ഇഴചേർത്ത് വെച്ച പുസ്തക വായനാ ശീലമാണ് മനുഷ്യന്റെ ഭൗതിക നിലവാരം വർദ്ധിപ്പിക്കുക. ഒരു നല്ല പുസ്തകം മികച്ച സുഹൃത്താണെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. കാലം എത്ര മാറിയാലും വായനയുടെ പ്രസക്തി അവസാനിക്കുന്നില്ല. അറിവിന്റെയും ഭാവനയുടെയും മാസ്മരിക ലോകം സൃഷ്ടിക്കുന്ന ഈ വേദിയിൽ നാം പരിചയപ്പെടുന്ന ഓരോ വ്യക്തിത്വവും വായനയുടെ അനന്തതയിലേക്കും അനുഭവത്തിന്റെ നേർക്കാഴ്ചയിലേക്കുമാണ് നമ്മെ കൊണ്ടെത്തിക്കുന്നത്. പുതിയ വായനാനുഭവങ്ങളും എഴുത്തനുഭവങ്ങളും പങ്കുവയ്ക്കപ്പെടുന്ന ഈ വേദിയിൽ സ്വാഗത പ്രസംഗത്തിനായി പ്രോഗ്രാം കോർഡിനേറ്ററായ ലേഖ ടീച്ചറെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സർവകലാശാല അധ്യാപന പഠനകലാലയം കുന്നം മാവേലിക്കര സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിവൽ ഓഫ് സാഹിത്യോത്സവം 51ന്റെ 25ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒപ്പം നമ്മുടെ സാഹിത്യരംഗത്ത് മഹാരഥന്മാർ പങ്കെടുക്കുന്ന ഈ ഒരു പ്രോഗ്രാമിന്റെ ഇന്നത്തെ ദിവസത്തെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വ്യക്തികളെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ആദ്യം തന്നെ നമ്മുടെ കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ എസ് രശ്മി ടീച്ചറിനെ ഞാൻ KFLന്റെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലും ഇന്നത്തെ പ്രോഗ്രാം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നീട് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന വിശിഷ്ട അതിഥി പറയുന്നത് മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരനായ S ഹരീഷ് അവർകളാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ള ഒറ്റ ഒരു നോവൽ അല്ലെങ്കിൽ വായിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ആ മീശ എന്ന നോവലിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരൊറ്റ നോവൽ മതി അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട്. എങ്കിലും സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ തൻ്റെ കൃതികളിലൂടെ നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി എല്ലാ കാര്യങ്ങളെയും വളരെ വിശദമായിട്ട് വ്യക്തമാക്കുന്ന കൃതികളിലൂടെ നമുക്ക് മുമ്പിൽ നമ്മുടെ മലയാള സാഹിത്യത്തിന് ഏറ്റവും അഭിമാനിക്കത്തക്ക വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് S ഹരീഷ് അവർകൾ സാർ. അപ്പോൾ വളരെ സ്നേഹത്തോടെ എന്നാൽ അതിലേറെ ബഹുമാനത്തോടെയും സാറിനെ ഞാൻ ഈ ഞങ്ങളുടെ കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് സാഹിത്യോത്സവം 51ന്റെ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ ഒരുപാട് പേരുണ്ട്. നമ്മുടെ കൂടെയുള്ള ഒരുപാട് അധ്യാപകര്, ഒരുപാട് കേരളത്തിലെ എല്ലാ അധ്യാപക വിദ്യാലയങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ പ്രോഗ്രാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാ അധ്യാപകരെയും അധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും ഞാൻ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ കോളേജിന്റെ ഈ KFL ടീം എന്ന് പറഞ്ഞ ഒരു ചെറിയ ഗ്രൂപ്പ് തന്നെ, നമ്മളെല്ലാവരും ഗ്രൂപ്പിലുള്ളതാണ് എങ്കിലും പ്രോഗ്രാമിന്റെ കോർഡിനേറ്റിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്രൂപ്പുണ്ട്. അപ്പൊ അവരെയും ഒപ്പം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ KCT കുന്നം കോളേജിലെ കുട്ടികളെയും മറ്റ് പങ്കെടുക്കുന്ന കുട്ടികളെയും പുറത്ത് നിന്ന് പങ്കെടുക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. പുറത്ത് ഒരുപാട് ഇപ്പൊ അധ്യാപക വിദ്യാർത്ഥികളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതല്ല ഈ പ്രോഗ്രാം. എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന സാഹിത്യകാരന്മാരെ പരിചയപ്പെടാൻ പറ്റുന്ന, അവരോടൊപ്പം അല്പസമയം സംസാരിക്കാൻ പറ്റുന്ന ഈ ഒരു വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമ്മളെപ്പോഴും നമ്മുടെ വിശിഷ്ട അതിഥികളുടെ വ്യക്തികളുടെയൊക്കെ വാക്കുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് സമയം ഒട്ടും പാഴാക്കുന്നില്ല. എല്ലാവരെയും ഒരിക്കൽ കൂടി, പ്രത്യേകിച്ചും ഹരീഷ് സാറിനെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ടീച്ചറിന്റെ വാക്കുകൾക്ക് നന്ദി. ഹരിപ്രിയ മ്യൂട്ട് ഒന്ന് മാറ്റിയിട്ട് സംസാരിക്കും. ടീച്ചറിന്റെ വാക്കുകൾക്ക് നന്ദി. KFL സാഹിത്യോത്സവം 51ന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥി മലയാള സാഹിത്യത്തിലെ ശ്രദ്ധേയനായ ചെറുകഥാകൃത്തും നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ ഏറെ പ്രിയപ്പെട്ട ശ്രീ S ഹരീഷ് സാറാണ്. രസവിദ്യയുടെ ചരിത്രം, ആദം, മീശ, ഓഗസ്റ്റ് 17, അപ്പൻ തുടങ്ങിയ ശ്രദ്ധേയമായ കൃതികൾ, കേരള സാഹിത്യ അക്കാദമിയുടെ ഗീതാഹിരണ്യൻ എൻഡോമെന്റ്, തോമസ് മുണ്ടശ്ശേരി കഥാപുരസ്കാരം, VP ശശികുമാർ സ്മാരക കഥാപുരസ്കാരം എന്നിവ ലഭിച്ചു. 2016 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, 2020 JCB അവാർഡ്, 2022 വയലാർ അവാർഡ് തുടങ്ങിയ ഒട്ടനവധി അവാർഡുകൾ ലഭിച്ചു. ഏദൻ, ജല്ലിക്കെട്ട്, ചുരുളി, നൻപകൽ നേരത്ത് മയക്കം എന്നീ സിനിമകളുടെ തിരക്കഥാകൃത്ത് കൂടിയാണ് അദ്ദേഹം.
ശ്രീ എസ് ഹരീഷ് സാറിനെ ഏറെ സ്നേഹത്തോടെ KFL സാഹിത്യോത്സവം 51 ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സർ. സന്തോഷം. താങ്ക് യു. ഇതൊരു ചർച്ച എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സാറുമായിട്ട് ആശയം പങ്കുവെക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും ഉള്ളവർക്ക് ചോദിക്കാം. ഏതായാലും ഇങ്ങനൊരു സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം ആദ്യം അറിയിക്കട്ടെ. കേരളത്തിൽ ഒരുപാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. കോളേജുകളിൽ, അല്ലാതെ കോഴിക്കോട്, തിരുവനന്തപുരത്ത് ഒക്കെ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. ഇതിൽ കൂടി കൂടുതൽ ആളുകൾ സാഹിത്യത്തിലേക്ക് വരുന്നുണ്ട്. സാഹിത്യം ഒരു കൊള്ളാവുന്നൊരു കാര്യമാണെന്ന് ആൾക്കാർക്ക് തോന്നുന്നു. വീണ്ടും ഒരുപാട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നു, പുസ്തകങ്ങൾ ധാരാളമായി വിൽക്കപ്പെടുന്നു, വായിക്കപ്പെടുന്നു. പുതിയൊരു ഉണർവ് തന്നെ സാഹിത്യ ലോകത്ത് ഇപ്പം ഉണ്ടായിട്ടുണ്ട്. ജനപ്രിയ കൃതികൾ ധാരാളമായിട്ട് വരുന്നു, പുതിയ എഴുത്തുകാർ വരുന്നു. അതൊക്കെ ഈ സാഹിത്യോത്സവങ്ങളുടെ ഒരു ബാക്കിയും കൂടിയാണ്. കേരളം എക്കാലവും ഇങ്ങനെ സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹമാണ്, അല്ലെങ്കിൽ ലിറ്ററേച്ചർ പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു സമൂഹമാണ് കേരളം. ഇത് ശരിക്കും നമ്മൾ ഒരുപക്ഷെ വേറെ രാജ്യങ്ങളൊന്നും കാണില്ല, യൂറോപ്പിൽ പോലും കാണില്ല. അതുപോലെ തന്നെ ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സാഹിത്യകൃതികൾ വിവർത്തനം ചെയ്യപ്പെട്ട ഒരു ഭാഷയും മലയാളമാണ്. ഇങ്ങോട്ട് വിവർത്തനം ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത്. പ്രാദേശിക ഭാഷകൾ നോക്കുകയാണെങ്കിൽ ഫ്രഞ്ച്, ഇംഗ്ലീഷ്, സ്പാനിഷ് ഒക്കെ ഒഴിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കൃതികൾ, വിദേശ കൃതികൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ഒരു ഭാഷ നമ്മുടെ ആയിരിക്കും. അത് നമ്മുടെ ഒരു വായനയോടുള്ള ആഭിമുഖ്യത്തെയും അതിൻ്റെ ഒരു സംസ്കാരത്തെയാണ് കാണിക്കുന്നത്. ഏതായാലും നിങ്ങളോട് സംവദിക്കാൻ സാധിക്കുന്നതിൽ സന്തോഷം. നിങ്ങളെല്ലാം അധ്യാപക വിദ്യാർത്ഥികളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അധ്യാപകരും കൂടെ കാണും. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാം. അങ്ങനെയാണ് വിളിച്ച സാറിനോട് പറഞ്ഞിരുന്നത്. എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചോദിക്കാം. ഒരു സംവാദം എന്നുള്ള രീതി തുടരാമെന്നാണ് വിചാരിക്കുന്നത്. സാറുമായി ആശയങ്ങൾ പങ്കുവെക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും എല്ലാവരെയും ക്ഷണിക്കുന്നു. എന്റെ പേര് ലക്ഷ്മി, KUCT കുന്നത്തെ ഒരു വിദ്യാർത്ഥിനിയാണ്. എന്റെ ചോദ്യം ഇതാണ്. സാറിന്റെ ആദ്യ നോവലാണ് മീശ. ഒരുപാട് ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കിയ ഈ കൃതി താങ്കളിൽ സൃഷ്ടിച്ച സാഹിത്യപരമായ സ്വാധീനമെന്ന്? ഈ സാഹിത്യപരമായ സ്വാധീനം എന്ന് പറഞ്ഞാൽ നമ്മളൊരു നോവൽ ആലോചിക്കുക, പിന്നെ അതൊരു എഴുതി പൂർത്തിയാക്കുക. ഇതിനിടയ്ക്ക് ഒരുപക്ഷെ ഒരു 3-4 വർഷം വേണ്ടി വരും. ചിലത് 1-2 വർഷം വേണ്ടി വരത്തുള്ളൂ. മീശ എന്നെ സംബന്ധിച്ച് ഞാൻ ചെറുപ്പം മുതലേ ആലോചിച്ചിരുന്ന കഥകളാണ്. എൻ്റെ നാട്ടിൽ നടന്ന സംഭവങ്ങളെ ആധാരമാക്കിയുള്ള നോവലാണത്. നാട്ടിൽ നടന്ന സംഭവങ്ങൾ അതേപടിയല്ല, അതിനെ ഭാവനയിൽ ഉപയോഗിക്കും. അത് എഴുത്തുമായിട്ട് ബന്ധമുള്ളവർക്കറിയാം. അങ്ങനെ 3-4 വർഷം ഒരു എഴുത്ത് പ്രക്രിയ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നടക്കുമ്പോൾ അത് ഒരു നോവൽ എഴുത്തെന്ന് പറയുമ്പോൾ നോവല് നമ്മളെയും മാറ്റും. 4 വർഷം എന്ന് പറഞ്ഞാൽ വലിയൊരു കാലയളവാണ്. ആ കാലയളവിൽ നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കും, പുതിയ ആശയങ്ങൾ നമുക്ക് കിട്ടും, നമ്മൾ തന്നെ വേറൊരാളായിട്ട് മാറും. നോവലിന്റെ എഴുത്ത് നമ്മളെ മാറ്റും. നമ്മൾ സഞ്ചരിക്കുന്ന കൂടെ കഥാപാത്രങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്, നമ്മളോടൊപ്പം അവരുമുണ്ട്, നമ്മുടെ ചിന്തയിലൊക്കെ അവരുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മളെ മാറ്റും. അതുപോലെ തന്നെ ലിറ്ററേച്ചറിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ മാറ്റും. എങ്ങനെയാണ് നമ്മളൊരു എഴുത്ത് പൂർത്തിയാക്കേണ്ടത്, ഒരു നോവൽ എഴുത്ത് പൂർത്തിയാക്കേണ്ടത്, അതിനുവേണ്ട വിഭവങ്ങൾ എന്താണ്. കാരണം അതുവരെ ഞാൻ ചെറുകഥ എഴുതിയിട്ടുള്ളൂ. ചെറുകഥ എഴുതുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു പരിപാടിയാണ് നോവൽ എഴുത്തെന്ന് പറയുന്നത്. അത് കുറച്ചുകൂടെ സമയം ആവശ്യമുണ്ട്, കുറച്ചുകൂടെ ക്ഷമ ആവശ്യമുണ്ട്. അത് ഒരുപക്ഷെ ഒരു ചെറുകഥ ഒരു കുറച്ച് ദിവസം കൊണ്ട് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ 1 മാസം കൊണ്ട് എഴുതാൻ പറ്റുമായിരിക്കും. പക്ഷെ നോവൽ അങ്ങനെയല്ല. നോവലിന് വലിയൊരു പരിശ്രമം നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നോവലിന് ഒരു നീണ്ടു നിൽക്കുന്ന വായന കിട്ടും, ചെറുകഥയെക്കാളും നീണ്ടു നിൽക്കുന്ന വായന കിട്ടും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതേസമയം ഒരു ചെറുകഥ എഴുതി പരാജയപ്പെട്ടാൽ അത് നമുക്ക് ഉണ്ടാക്കുന്ന ക്ഷീണത്തിന്റെ എത്രയോ ഇരട്ടിയായിരിക്കും ഒരു നോവൽ എഴുതി നമ്മൾ പരാജയപ്പെട്ടാൽ ഉണ്ടാകുന്ന ക്ഷീണം. അതുകൊണ്ട് തീർച്ചയായിട്ടും നോവൽ എഴുത്ത് കൂടുതൽ ശ്രദ്ധയോടെ കൂടെയും ഒക്കെ ചെയ്യേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും മീശയുടെ എഴുത്ത് എനിക്ക് ആ തരത്തിൽ സാഹിത്യ ജീവിതത്തിൽ വളരെ പ്രയോജനം ചെയ്തിട്ടുണ്ട്. അത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. ജയശ്രീ കളത്തിൽ എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അത് ഇംഗ്ലീഷിൽ വ്യാപകമായിട്ട് സ്വീകരിക്കപ്പെട്ടു. ഇംഗ്ലീഷിലെ എൻ്റെ ട്രാൻസ്ലേഷനാണ് JCB ലിറ്ററേച്ചർ പ്രൈസ് കിട്ടിയത്. അങ്ങനെ എൻ്റെ സാഹിത്യ ജീവിതത്തെ ഒന്ന് മാറ്റിയൊരു കാര്യമാണ് മീശയുടെ എഴുത്ത്. താങ്ക് യു സർ. സാർ, എൻ്റെ പേര് ശ്രീത. ഞാൻ KUCT കുന്നത്തിലെ തന്നെ ഒരു വിദ്യാർത്ഥിനിയാണ്. സാഹിത്യത്തിലെ പ്രതി
ചരിത്ര രചനകൾ പിന്നീട് വരുന്ന ചരിത്ര രചനകളെ പ്രതികൂലമായി ബാധിക്കാറുണ്ടോ? സാറിന്റെ ഒരു അഭിപ്രായം പറയാവോ? ഇല്ലല്ലോ. എന്ന് പറഞ്ഞാല് ഞാനിപ്പോ എഴുതിയ ആഗസ്റ്റ് 17 ഒരു പ്രതിചരിത്ര നോവൽ എന്ന് പറയാവുന്ന നോവലാണ്. അതായത് ചരിത്രത്തെ ഫിക്ഷന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് എന്റെ നിലപാട്. ചരിത്രത്തെ വസ്തുതയായിട്ട് നമ്മൾ നോവലിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല, അല്ലെ കഥയിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല. ചരിത്രം നമുക്ക് ഫിക്ഷനുള്ള ഒരു ഉപാധിയാണ്, ഒരു മാർഗമാണെന്നാണ് ഞാൻ കരുതുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റിമറിക്കാം. ഉദാഹരണത്തിന് ഇപ്പം CV രാമൻപിള്ളയുടെ ധർമ്മരാജ, രാമരാജബോധു, മാർത്താണ്ഡവർമ്മയൊക്കെ നിങ്ങളൊരു പക്ഷെ വായിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ചുരുക്കമെങ്കിലും ചില ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അത് നമ്മുടെ തിരുവിതാംകൂർ ചരിത്രമായിട്ട് അതിന് നേരിയ ബന്ധമേ ഉള്ളൂ. അങ്ങനെ ഒരു രാജാവ്, അങ്ങനെ ചില രാജാക്കന്മാരുണ്ടായിരുന്നു, ചില കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു. അതേസമയം അദ്ദേഹത്തിന്റെ ഭാവനയ്ക്കനുസരിച്ച് അതിനെല്ലാം മാറ്റിമറിച്ചാണ് എഴുതിയത്. അത് നമ്മുടെ പിൽക്കാല ചരിത്രത്തെ ഒന്നും സ്വാധീനിക്കേണ്ട കാര്യമില്ല. എന്ന് പറഞ്ഞത് തന്നെയാണ് ഒരു പ്രതിചരിത്ര നോവൽ. അത് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ധാരാളം പ്രതിചരിത്ര നോവലുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ പ്രതിചരിത്ര സിനിമകൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അതൊന്നും ചരിത്രത്തിനെ ഒന്നും അങ്ങനെ ബാധിച്ചിട്ടൊന്നുമില്ല. അത് ഇതിനെ ചരിത്രത്തെ ചരിത്രമായിട്ടും നോവലിനെ നോവലായിട്ടും കാണാൻ, അല്ല ഫിക്ഷനെ ഫിക്ഷനായിട്ടും കാണാൻ നമുക്ക് കഴിയണം. അല്ലാതെ നമ്മൾ ഒരു കാര്യം എഴുതുന്നത്, ഒരു നോവൽ എഴുതുന്നത്, ഒരു കഥ എഴുതുന്നത്, ഒരു കവിത എഴുതുന്നത് ചരിത്രത്തോട് നീതി പുലർത്താനല്ല. അങ്ങനെ ഒരു ചരിത്ര പുസ്തകം എഴുതിയാൽ മതിയല്ലോ, നോവൽ എഴുതേണ്ട കാര്യമില്ലല്ലോ. അതിനെ നമ്മളൊരു ഒരു നമ്മുടെ കയ്യിലുള്ള ഒരു ഉപകരണമായി, അല്ല ടൂളായിട്ട് കണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ ഫിക്ഷനെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താക്കാൻ നോക്കുന്നതാണ് അത്. അല്ലാതെ അത് ചരിത്രം ഇതിനെ സ്വാധീനിക്കുമെന്ന് എനിക്ക് തോന്നിയില്ലല്ലോ ഒരിക്കലും. അതിന്റെ ആവശ്യമില്ലല്ലോ. താങ്ക് യു സർ. സാർ, എൻ്റെ പേര് ആർഷ. ഞാൻ KUCT കുന്നത്തിലെ ഒരു വിദ്യാർത്ഥിനിയാണ്. സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്ന് ചരിത്രം മാറ്റി എഴുതാൻ ഉള്ള ഒരു ബോധപൂർവമായ ഒരു ശ്രമം നടക്കുന്നില്ലേ? സാറിന്റെ ഒരു അഭിപ്രായം പറയുമോ? അല്ല, അത് എല്ലാ കാലത്തും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ രാജാക്കന്മാരുടെ കാലം മുതൽ തന്നെ നോക്കിയാൽ വിജയികളുടെ ചരിത്രമാണ് ഉണ്ടായിരിക്കുന്നത് നമ്മൾ പറയാറുണ്ട്. കാരണം ഒരു യുദ്ധം നടന്നാൽ ആ യുദ്ധത്തിൽ വിജയിക്കുന്നവരാണ് ഒരു ചരിത്രം എഴുതുന്നത്. ജീവിതത്തിലും ഭരണം പിടിക്കാനും ഒക്കെ അതിലൊക്കെ നേട്ടം ഉണ്ടാക്കുന്നുണ്ട് ചരിത്രം ഉണ്ടാക്കുന്നവർ. അവരാണ് ചരിത്രം ഉണ്ടാക്കുന്നവർ. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ഇഷ്ടത്തിനായിരിക്കും അവർ ചരിത്രം എഴുതുന്നത്. അത് ലോകത്തിലെമ്പാടും നടന്നിട്ടുണ്ട്. താരതമ്യേന ജനാധിപത്യമുള്ള രാജ്യങ്ങൾ നിഷ്പക്ഷമായിട്ടുള്ള ചരിത്രമെഴുത്ത് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള പണ്ഡിതന്മാർ അത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞ രാജ്യമുണ്ടായിരുന്നു. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും. 89, 91 തകർന്നു പോയ രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയന്റെ ചരിത്രമെടുത്ത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായ രീതിയിലായിരുന്നു അവിടെ ചരിത്രം എഴുതിക്കൊണ്ടിരുന്നത്. കാരണം ചരിത്രത്തെ അവർ മാറ്റിമറിച്ച് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എല്ലാം ഈ വർഗ സമരമാണെന്നുള്ള അടിസ്ഥാനത്തിലാണ് അവർ ചരിത്രം എഴുതിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് അവിടെ അത് മാറിയപ്പോൾ അവിടുത്തെ ചരിത്രം മാറി. ഇന്ത്യയിൽ ഇതുപോലെ തന്നെ, ഇന്ത്യയിൽ തീർച്ചയായിട്ടും സ്വാതന്ത്ര്യത്തിന് ശേഷവും അതിനു മുമ്പും ചരിത്രമെഴുത്തുണ്ടായിരുന്നു. അത് കുറേയൊക്കെ പക്ഷപാതങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തീർച്ചയായിട്ടും വരും. കാരണം എഴുതുന്നവരുടെ താല്പര്യങ്ങളും എഴുതുന്നവരുടെ ഇഷ്ടങ്ങളും ഒക്കെ തീർച്ചയായിട്ടും ചരിത്രമെഴുത്തി വരും. ചരിത്രം തീർച്ചയായിട്ടും ഒരു കൃത്യമായ ഒരു വസ്തുത ചരിത്രത്തിന്റെ കാര്യത്തിൽ നമുക്ക് പലപ്പോഴും പറയാൻ പറ്റില്ല. പക്ഷെ ഇന്ത്യയിൽ അടുത്ത കാലത്ത് ഈ ഹിന്ദുത്വവാദികളുടെ ഭരണം വന്നതിൽ പിന്നെ അവരവരുടെ ഇഷ്ടത്തിന് ചരിത്രം മാറ്റി എഴുതാൻ നോക്കുന്നുണ്ട്. ഇപ്പം മുഗൾ ഭരണത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ അവർ ചരിത്ര പുസ്തകങ്ങൾ ഉൾപ്പെടുത്താതിരിക്കാൻ നോക്കുന്നു, പാഠപുസ്തകങ്ങൾ ഉൾപ്പെടുത്താതിരിക്കാൻ നോക്കുന്നു. അതുപോലെ അവർക്ക് ഇഷ്ടമുള്ള ചില ആൾക്കാരെ മഹത്വവൽക്കരിക്കാൻ ശ്രമം നടക്കുന്നു. ഉദാഹരണം സവർക്കറെ പോലെ ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. നെഹ്റുവിനെ പോലുള്ള ആളുകളെ ഇകഴ്ത്താനുള്ള ശ്രമം നടത്തുന്നു. നെഹ്റു ഒക്കെ നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ച ആളാണ്. അദ്ദേഹം ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആയിരുന്നു. ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും ഒക്കെ നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തെയൊക്കെ തമസ്കരിക്കാൻ ശ്രമം നടക്കുന്നു. ഇത് നമ്മുടെ ചുറ്റും കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇത് എല്ലാ കാലത്തും എല്ലാവരും വിവിധ മതങ്ങൾ ചെയ്തിട്ടുണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആധുനിക കാലത്ത് ഇന്ത്യയിൽ ഇവരാണ് ചെയ്യുന്നത്. അത് കുറച്ചുകൂടെ പ്ലാൻഡ് ആയിട്ടുള്ള രീതിയിൽ അവരുടെ ഇഷ്ടത്തിന് തന്നെ മാറ്റിമറിക്കാൻ നോക്കുന്നു. പക്ഷെ ശരിക്കും അങ്ങനെയല്ല സാധിക്കേണ്ടത്. നമ്മൾ പാഠപുസ്തകങ്ങളിലും ചരിത്ര ക്ലാസ്സുകളിലും ഒക്കെ ഏറെക്കുറെ നിഷ്പക്ഷം എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ വസ്തുനിഷ്ഠം എന്ന് പറയാവുന്ന ചരിത്രമാണ് കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കേണ്ടത്. പക്ഷെ അത് പലപ്പോഴും സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അത് ചരിത്ര വസ്തുത മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കുറെ ഭാഗങ്ങളെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരെ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് ഇപ്പൊ നടന്നു വരുന്നത്. അതിനെ നമ്മൾ അതിനോട് ചെറുത്ത് നിൽക്കണം. അതാണ് വേണ്ടത്. നമ്മുടെ നറേറ്റീവുകൾ നമ്മൾ ഉണ്ടാക്കാൻ നോക്കണം.
താങ്ക് യു സാർ. സാറേ ഹലോ സാർ. സാറേ ഹലോ ഹലോ. സാറേ, എൻ്റെ പേര് ബിജിൽ എന്നാണ്. സാറ് മുമ്പേ സാറ് പറഞ്ഞ ഒരു ഉത്തരത്തിൽ നിന്ന് ഞാനൊരു ചോദ്യം ഇങ്ങനെ ആലോചിച്ചപ്പം മനസ്സിൽ വന്നതാണ്. സാറ് പറഞ്ഞു നമ്മൾ ഈ ചരിത്രം അപനിർമ്മിച്ചുകൊണ്ട് വസ്തുതയാക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം സാറിന്റെ ആഗസ്റ്റ് 17 എന്ന നോവല് അത് ഭാവനയെ കൂട്ടിയിണക്കിയാണ് സാർ അത് എഴുതിയിരിക്കുന്നത്. അത് ചരിത്രത്തെ ഭാവനയുമായിട്ട് ഫിക്ഷൻ രൂപത്തിൽ അത് സാറ് എഴുതിയിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ ചരിത്രത്തെ അപനിർമ്മിക്കുന്ന ആളുകൾക്ക് ഇത്തരം ഭാവനയെ കൂട്ടി ചരിത്രത്തെ നിർമ്മിക്കുന്ന സാറ് അങ്ങനത്തെ ഒരു പുസ്തകം ഇറക്കുമ്പോൾ അതൊരു മുതൽക്കൂട്ടായി മാറുമെന്ന് തോന്നുന്നുണ്ടോ? അതങ്ങനെ എനിക്ക് മനസ്സിലായില്ല. അതെങ്ങനെ മുതൽക്കൂട്ടാകുന്നത്? അത് ഭാവനയെ സാറ് ആഗസ്റ്റ് 17 എഴുതിയിരിക്കുന്നത് തന്നെ ഒരു ഭാവന, ചരിത്രത്തെ ഭാവനയായിട്ട് കൂട്ടി യോജിപ്പിച്ചാണല്ലോ അത് എഴുതിയിരിക്കുന്നത്. അപ്പം ഇപ്പോഴത്തെ ഒരു സമകാലിക അന്തരീക്ഷത്തില് പലപ്പോഴും ഇപ്പം കഴിഞ്ഞൊരു നമ്മുടെ ഒരു ചർച്ചയിൽ കണ്ടു, ഗാന്ധിജിയെ നെഹ്റു ചവിട്ടി പുറത്താക്കി എന്ന് പറയുന്ന ഒരു ചരിത്രത്തിലേക്ക് വരെ എത്തിക്കഴിഞ്ഞു. അപ്പം അത് അവർ ഭാവനയിൽ നിന്ന് അവർ രൂപപ്പെടുത്തിയെടുക്കുന്ന ചരിത്രത്തെ അവരൊരു മാനകീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പം സാറ് അങ്ങനെ ഒരു പുസ്തകം സാറിന്റെ ഇത് പറഞ്ഞല്ല, അങ്ങനെ ഒരു എഴുത്ത് എഴുതുമ്പോൾ ഇങ്ങനത്തെയുള്ള ആൾക്കാർക്ക് അതൊരു മുതൽക്കൂട്ടായി മാറുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മുടെ പുസ്തകത്തിനെ കുറിച്ച് നോവലാണെന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ചരിത്ര പുസ്തകമാണെന്നല്ലല്ലോ നമ്മൾ എഴുതിയേക്കുന്നത്. അവര് അങ്ങനെയല്ലല്ലോ. അവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ചരിത്ര പുസ്തകം ആണെന്നുള്ള രൂപത്തിൽ ഇറക്കുക. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ നോവലാണ് ഇറക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമുണ്ട്. ഫ്രഞ്ച് ഭാഷയിൽ ഇറങ്ങിയൊരു പുസ്തകമുണ്ട്, സെവൻത് ഫങ്ഷൻ ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്ന ബുക്കുണ്ട്. ഒരു 8 വർഷം മുമ്പ് ഇറങ്ങിയതാണ്. അത് നമുക്കറിയാമല്ലോ, ബാർത്ത് എന്ന് പറഞ്ഞൊരു ചിന്തകനുണ്ടായിരുന്നു. ബാർത്തിന്റെ മരണമാണ് അതിൽ പറയുന്നത്. ബാർത്ത് വെറുതെ മരിച്ചതല്ല, ബാർത്തിനെ കൊന്നതാണെന്നാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. ആ കൊന്നതിന്റെ പ്രതിയായിട്ട് പുസ്തകം നോവലാണെന്ന് പറയുന്നത് കണ്ടെത്തുന്നത് ഫൂക്കോയെയും അന്നത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് ആയിരുന്ന മിത്തറാങ്ങിനെയുമാണ്. ഇത് നമുക്കറിയാമല്ലോ, ഇത് അങ്ങനെയല്ല നടന്നത്. ബാർത്ത് അല്ലാതെ മരിച്ചതാണ്. ഈ നോവൽ വായിച്ചിട്ട് ആരെങ്കിലും ബാർത്തിനെ കൊന്ന ഫൂക്കോയാണെന്ന് വിചാരിക്കുന്നുണ്ട്? ആരും വിചാരിക്കുന്നില്ല. ഫിക്ഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാം. ഫ്രഞ്ച് പ്രസിഡന്റ് മിത്തറാങ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിനും അറിയാം നോവലിലെ ആളല്ല ഞാൻ, അത് വേറെ ഇത് വേറെ എന്നറിയാം. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഞാൻ ആഗസ്റ്റ് 17 എഴുതുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ചരിത്രം നിർമ്മിക്കുന്ന പ്രക്രിയയെ കളിയാക്കുക കൂടി ചെയ്യുന്നുണ്ട്. അതായത് അത് വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. അതായത് ഹിന്ദുത്വവാദികളുടെ കാലഘട്ടത്തിലും അല്ലാത്ത ഏകാധിപതികളുടെ കാലഘട്ടത്തിലും ചരിത്രം എങ്ങനെയാണ് നിർമ്മിക്കപ്പെടുന്നത് എന്നുകൂടി അതിൽ പറയുന്നുണ്ട്. അതിനെ കളിയാക്കാൻ പോലും ആ നോവൽ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതെങ്ങനെയാണ് അവരുടെ ചരിത്ര നിർമ്മിതിക്ക് പ്രയോജനപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഞാൻ കരുതുന്നില്ല. അത് രണ്ടാണ്. അതിന് പുറത്ത് വ്യക്തമായിട്ട് നോവൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സാർ, എന്റെ പേര് അമൃത. എനിക്ക് ചോദിക്കാനുള്ളത്, മീശയായാലും ഓഗസ്റ്റ് 17 ആയാലും മോദസ്ഥിതനായങ്ങും വസിപ്പു മല പോലെ ആയാലും ഇതിലെല്ലാം ചരിത്രവുമായുള്ള സന്നിവേശം നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ എഴുത്തിനു മുന്നുള്ള സാറിന്റെ ചരിത്രപരമായ അന്വേഷണം എത്തരത്തിലാണ്? ഏതെല്ലാം സാങ്കേതങ്ങളാണ് സാർ ഇതിനായി തിരഞ്ഞെടുക്കാറുള്ളത്? അല്ല, ചരിത്രം എനിക്ക് പണ്ടുപോലെ വളരെ ഇഷ്ടമുള്ള വിഷയമാണ്. ഞാൻ ചരിത്രം ചെറുപ്പം പോലെ അത്യാവശ്യം നന്നായിട്ട് വായിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോഴും വായിക്കുന്ന ആളാണ്. ഒരു ചരിത്ര പുസ്തകം കിട്ടിയാൽ ഒരു നോവൽ പോലെ വളരെ ആഗ്രഹത്തോടെയും താല്പര്യത്തോടു കൂടിയും വായിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യകാലം മുതലേ ചരിത്രം എഴുത്തിൽ കൊണ്ടുവരുന്ന ശീലം എനിക്കുണ്ട്. ഇപ്പോൾ ആദ്യകാലത്ത് എഴുതിയ രസവിധിക ചരിത്രമാണെങ്കിലും മീശയാണെങ്കിലും ഓഗസ്റ്റ് 17 ആണെങ്കിലും അല്ലാതെയുള്ള കഥകളാണെങ്കിലും ചരിത്രത്തെയും ചരിത്ര പുരുഷന്മാരെയും എല്ലാം ഞാൻ കഥയിൽ കൊണ്ടുവരാറുണ്ട്. അത് മനഃപൂർവ്വം വലിയ പ്ലാൻ ചെയ്ത് കൊണ്ടുവരുന്നതല്ല, അത് എൻ്റെ ശീലത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നതാണ്. എൻ്റെ ഇഷ്ടമുള്ള വിഷയം ഞാൻ എഴുത്തിൽ കൊണ്ടുവരുന്നു എന്നുള്ളതുണ്ട്, അല്ലാതെ വലിയ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടല്ല. പിന്നെ അതിനായിട്ട് ഇപ്പൊ നോവൽ എഴുത്തിന്റെ ഭാഗമായിട്ട് ചില തയ്യാറെടുപ്പുകൾ വേണ്ടി വരും. ഉദാഹരണത്തിന് ആഗസ്റ്റ് 17 എന്ന നോവൽ എഴുതണമെങ്കിൽ തിരുവിതാംകൂർ ചരിത്രത്തെ കുറിച്ച് നമുക്ക് നല്ല ധാരണ വേണം. എനിക്ക് ഏറെക്കുറെ അതിനെക്കുറിച്ച് ധാരണ ഉള്ള ആളാണ്. പക്ഷെ അതേസമയം തന്നെ ഒരു നോവൽ എഴുതുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് അതിന് വേണ്ടി വരും. അതിനുവേണ്ടി ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ ആശ്രയിച്ചിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് KM ചുമ്മാർ എന്ന് പറയുന്ന പഴയ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രവർത്തനം എഴുതിയ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ചരിത്രം എന്ന് പറയുന്ന ബുക്കുണ്ട്. അതുപോലെ തന്നെ KC ജോർജ് എന്ന് പറയുന്ന പഴയ കമ്മ്യൂണിസ്റ്റ് നേതാവ് എഴുതിയ പുന്നപ്രവരാർ എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. ഗംഗാധരക്കുറുപ്പ് എഴുതിയ അദ്ദേഹത്തിന്റെ ആത്മകഥയുണ്ട്. കുമ്പളത്ത് ശങ്കുപിള്ളയുടെ ആത്മകഥയുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ, ഇപ്പം C കേശവൻ എഴുതിയ ആത്മകഥയുണ്ട്. അതുപോലെ തന്നെ മണ്ണത്തൂർ രാവിന്റെ ജീവിതസ്മരണകളുണ്ട്. അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളിൽ കൂടെ നമ്മൾ ആ സമയത്ത് കടന്നു പോയിട്ടുണ്ട്. കാരണം അത് നമ്മുടെ എഴുത്തിനെ സഹായിക്കും. അതിൽ നിന്ന് ഒരുപാട് വിവരങ്ങൾ നമുക്ക് കിട്ടും.
കാരണം ചരിത്രം നമ്മൾ എഴുതിക്കൊണ്ടിരുമ്പോൾ അതിനെയൊക്കെ പലപ്പോഴും ആശ്രയിക്കേണ്ടി വരും. അതുപോലെ മീശ പൂർണ്ണമായിട്ടും ചരിത്രത്തെ ആശ്രയിക്കുന്ന ഒരു കൃതിയല്ല. പക്ഷെ എന്നാലും അതിന്റെ എഴുത്തിനും ഇതുപോലുള്ള ചില കാര്യങ്ങൾ എനിക്ക് ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും അത് ഒരു പീരീഡിൽ നടക്കുന്ന സംഭവമാണല്ലോ. 19-ാം നൂറ്റാണ്ടിൽ അല്ലെ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവമാണ്. 19-ാം നൂറ്റാണ്ടിലേക്ക് അതിന്റെ കഥ പോകുന്നുണ്ട്. അപ്പൊ അതിന് സഹായകമായ അന്നത്തെ ജീവിത രീതി അറിയണമെങ്കിൽ നമുക്ക് പഴയ ആൾക്കാരിൽ നിന്ന് നമുക്ക് കിട്ടും. അങ്ങനെ പഴയ ആൾക്കാരിൽ നിന്ന് അറിയാൻ വേണ്ടിയൊക്കെ നടന്നിട്ടുണ്ട്. കുട്ടനാട് മുഴുവൻ ഞാൻ അതിനുവേണ്ടി നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 19-ാം നൂറ്റാണ്ടിലെ കേരളം എന്ന് പറയുന്ന പുസ്തകമുണ്ട്, പി ഭാസ്കരന്റെ. നിങ്ങളത് കയ്യിൽ കിട്ടുമെങ്കിൽ വായിച്ചു നോക്കണം. വളരെ രസകരമായ പുസ്തകമാണ്. കേരളത്തിലെ 19-ാം നൂറ്റാണ്ടിലെ കേരളം എങ്ങനെ ഇരുന്നു എന്നറിയണമെങ്കിൽ നമ്മൾ ആ പുസ്തകം വായിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ അതൊരു നോവൽ പോലെ തന്നെ നമുക്ക് വായിക്കാവുന്ന പുസ്തകമാണ്. അന്നത്തെ ജീവിതം, അന്നത്തെ ആചാരങ്ങൾ, അന്നത്തെ മനുഷ്യരുടെ വസ്ത്രം, ഭക്ഷണം, അന്നത്തെ രാജാക്കന്മാരുടെ ജീവിതം, ഇതെല്ലാം വളരെ വിശദമായിട്ട് പറയുന്ന ഒരു പുസ്തകമാണ്. ഒരു കഥകൾ പോലെ വായിച്ചു പോകാവുന്ന പുസ്തകമാണ്. അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളെ ആശ്രയിച്ചിട്ടുണ്ട്. നോവലെഴുത്തിന് ഇത്തരം അന്വേഷണങ്ങൾ വേണ്ടി വരുമെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ ഒരു ജീവിതാനുഭവമാണ് നമ്മൾ എഴുതുന്നെങ്കിൽ പോലും നോവലിന് ഒരുപാട് വിഭവങ്ങൾ ആവശ്യമാണ്. എഴുതി വരുമ്പോൾ ചില കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിയാൻ വയ്യാതെ വരും. അപ്പൊ അതിന്റെ അന്വേഷണം നമ്മൾ നടത്തേണ്ടി വരും. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഞാനും 2 നോവലുകൾ നടത്തിയിട്ടുണ്ട്. താങ്ക് യു സാർ. സാർ, എൻ്റെ പേര് ശ്രീകുട്ടി. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, പലപ്പോഴും താങ്കളുടെ രചനകളിലെ മിത്തോളജി, ഹിസ്റ്ററി, കണ്ടംപററി ഇഷ്യൂസ് അങ്ങനെയുള്ള എലമെന്റ്സ് കൂടിച്ചേർന്നതാണല്ലോ. അപ്പൊ ഇത്തരം ഡൈവേഴ്സ് ആയിട്ടുള്ള എലമെന്റ്സ് എങ്ങനെയാണ് താങ്കളുടെ എഴുത്തിലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്? അല്ല, എനിക്ക് ഇത്തരം വിഷയങ്ങൾ താല്പര്യം ഉള്ളതുകൊണ്ടാണ് അത് വരുന്നത്. അല്ലാതെ ഞാനിങ്ങനെ ബാലൻസ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് ചെയ്യുന്നതല്ല. ഇപ്പം മുമ്പേ പറഞ്ഞത് ഹിസ്റ്ററി എനിക്ക് താല്പര്യമുള്ള വിഷയമാണ്. പൊളിറ്റിക്സ് എനിക്ക് താല്പര്യമുള്ള വിഷയമാണ്. പൊളിറ്റിക്സ് ഞാൻ നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ്. ലോകരാഷ്ട്രീയവും ഇന്ത്യൻ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും എല്ലാം നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ്. അതെല്ലാം എൻ്റെ എഴുത്തിൽ കടന്നു വരും. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് വരുന്നതല്ല. അല്ലാതെ നമ്മളങ്ങനെ ഒരു എഴുത്തിങ്ങനെ ആകണം എന്നൊരു രീതിയിൽ കൊണ്ടുവരുന്നതല്ല. ചരിത്ര നോവൽ എഴുതി കളയാം, അല്ലെങ്കിൽ രാഷ്ട്രീയ കഥ എഴുതി കളയാം എന്നുള്ള രീതിയിൽ വരുന്നതല്ല. നമുക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ നമ്മുടെ എഴുത്തിലോട്ട് നാച്ചുറലായിട്ട് കടന്നു വരുന്നതാണ്. അങ്ങനെയാണ് രാഷ്ട്രീയവും ഒരുപക്ഷെ സിനിമയും നമ്മൾ കാണുന്ന സ്പോർട്സും നമ്മൾ പരിചയപ്പെടുന്ന മനുഷ്യരും എല്ലാം നമ്മുടെ എഴുത്തിൽ കടന്നു വരും. ബോർഹസ് പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ. അതായത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ എന്ന് പറയുന്ന ആള്, അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞാണ്, ഞാൻ എന്ന് പറയുന്ന സംജ്ഞയെ കുറിച്ച് പറഞ്ഞാണ്. ഞാൻ എന്ന് പറയുന്ന ആള് ഞാൻ കണ്ട നഗരങ്ങളും ഞാൻ കണ്ട മനുഷ്യരും ഞാൻ വായിച്ച കഥകളും ഞാൻ വായിച്ച എല്ലാ പുസ്തകങ്ങളും എല്ലാം കൂടിച്ചേർന്നതാണ് ഞാൻ എന്ന് പറയുന്ന ആള്. അതുപോലെ തന്നെയാണ് എഴുതുന്നയാളും. അയാൾ കാണുന്നതും അയാൾ വായിക്കുന്നതും അയാൾ ഇഷ്ടപ്പെടുന്നതുമായ വിഷയങ്ങളെല്ലാം കൂടെയാണ് എഴുത്തിൽ വരുന്നത്. അപ്പൊ നമുക്ക് വായനയിൽ കൂടി കിട്ടിയ ഒരു സൗന്ദര്യ സങ്കല്പം ഉണ്ടല്ലോ, അതിനനുസരിച്ച് നമ്മൾ അതിനെ ക്രമപ്പെടുത്താൻ ശ്രദ്ധിക്കും. അതിനെ എങ്ങനെ എഴുത്തിൽ കൊണ്ടുവരാം, അതിനനുസരിച്ച് നമ്മൾ എങ്ങനെ നമ്മുടെ ദൈനംദിനത്തിൽ ജീവിതത്തിൽ കാണുന്ന രാഷ്ട്രീയം, അല്ലെ വായിക്കുന്ന ചരിത്രം, വായിക്കുന്ന സയൻസ്, അല്ല നമ്മൾ അറിയുന്ന സയൻസ്, ഇതിനെയൊക്കെ എഴുത്തിൽ എങ്ങനെ കൊണ്ടുവരാം, നമ്മുടെ കഥയുമായിട്ട് അത് എങ്ങനെ ചേർന്ന് പോകാം എന്ന് നമ്മൾ എഴുത്തിൽ വരുമ്പോൾ നമ്മൾ ആലോചിക്കും. അതിനെ ക്രമപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കും. അങ്ങനെയാണ് അത് വരുന്നത്. താങ്ക് യു സർ. നമസ്കാരം. എൻ്റെ പേര് ഐശ്വര്യ. ഞാനും KUCT കുന്നം കോളേജിലെ ഒരു വിദ്യാർത്ഥിനിയാണ്. എൻ്റെ ചോദ്യം, ഭാഷാപരമായ വൈവിധ്യങ്ങളും സാംസ്കാരിക സവിശേഷതകളും നിറഞ്ഞ നമ്മുടെ കഥകൾ വിവർത്തനമായി മാറുമ്പോൾ അതിൻ്റെ മുഴുവൻ അംശങ്ങളും നിറഞ്ഞുകൊണ്ടുള്ള വിവർത്തനം സാധ്യമാകുന്നുണ്ടോ? അങ്ങയുടെ അഭിപ്രായം ഒന്ന് പറയുമോ? എൻ്റെ 2 കൃതികളാണ് വിവർത്തനം ചെയ്തിട്ടുള്ളത്, ഇംഗ്ലീഷിലേക്ക് വന്നിട്ടുള്ളത്. ഒന്ന് മീശ വന്നിട്ടുണ്ട്, പിന്നെ ആദം എന്ന് പറയുന്ന കഥാസമാഹാരം ഇംഗ്ലീഷ് വന്നിട്ടുണ്ട്. മീശ ഹാർട്ട്ഫോർഡ് റോളിൻസ് ആണ് പ്രസിദ്ധീകരിച്ചത്. ജയശ്രീ കളത്തിൽ എന്ന് പറഞ്ഞ ആളാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ജയശ്രീ ഇംഗ്ലണ്ടിൽ ജീവിക്കുന്ന മലയാളിയാണ്. 10-18 വർഷമായിട്ട് ഇംഗ്ലണ്ടിൽ ഒരു ഇംഗ്ലീഷുകാരനെ കല്യാണം കഴിച്ച് ജീവിക്കുന്ന ആളാണ് ജയശ്രീ കളത്തിൽ. അതുപോലെ തന്നെ ആദം പെൻഗ്വിനാണ് ഇറക്കിയത്. പെൻഗ്വിനും ചെയ്ത് ജയശ്രീയാണ്. ജയശ്രീ ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ട്രാൻസ്ലേറ്ററാണ്. പ്രഭാരഭാഷയുടെ ബുക്ക് ചെയ്തത് ജയശ്രീയാണ്. JCB പ്രൈസ് എൻ്റെ കൂടെ തന്നെ ജയശ്രീക്കും കിട്ടിയിരുന്നു. അപ്പോൾ ഈ ട്രാൻസ്ലേഷനോട്ട് വരുമ്പോൾ നമ്മൾ പണ്ടുപോലെ പറയാനുള്ള കാര്യമാണ്, നമ്മളൊരു പ്രാദേശിക ഭാഷയിൽ എഴുതുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത്, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ അതേപടി, അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ നഷ്ടപ്പെടുന്നു പോകുന്ന കാര്യങ്ങളില്ലേ എന്നൊക്കെ നമ്മൾ
ആശങ്കപ്പെടാറുണ്ട്. ഞാൻ മുമ്പേ പറയാമല്ലോ, മലയാളത്തിലോട്ടാണ് ഏറ്റവും കൂടുതൽ ട്രാൻസ്ലേഷൻ നടത്തിയ കൃതികൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അതായത് ഇങ്ങോട്ട് നമ്മുടെ ഭാഷയിലേക്ക് ഒരുപാട് വിവർത്തന കൃതികൾ വന്നിട്ടുണ്ട്. ബംഗാളി, റഷ്യൻ, സ്പാനിഷ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ഇതെല്ലാം നമ്മുടെ ലാംഗ്വേജിലോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒറിജിനലാണോ, അതായത് ഒറിജിനൽ രൂപം അല്ലെങ്കിൽ അതേ സൗന്ദര്യാംശമാണോ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന കാര്യത്തെ നമുക്ക് വിശ്വസിക്കാനേ പറ്റുള്ളൂ. ഇപ്പൊ സ്പാനിഷിൽ വന്നൊരു പുസ്തകം അത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിന്റെയും ട്രാൻസ്ലേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. ഫ്രഞ്ചിൽ നിന്ന് വരുന്നതൊക്കെ എങ്ങനെയാണ്, അതെങ്ങനെയാണ് നമ്മൾ പൂർണ്ണമായിട്ടും അതിനെ വിശ്വസിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. ട്രാൻസ്ലേറ്റർമാരെ വിശ്വസിക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എൻ്റെ അനുഭവത്തിൽ മീശ ഇംഗ്ലീഷിൽ വന്നു കഴിഞ്ഞപ്പോൾ, അല്ലെ ആദം എന്ന് പറയുന്ന സമാഹാരം ഇംഗ്ലീഷിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ സംശയമുണ്ടായി. ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇത് എങ്ങനെ ചെയ്യും. കാരണം ഒരുപാട് ലോക്കൽ ലാംഗ്വേജ് ഉപയോഗിക്കുന്ന പുസ്തകങ്ങളാണ് ഇത് രണ്ടും. പക്ഷെ ജയശ്രീ അത് അടിക്കുറിപ്പ് പോലും ഇല്ലാതെ വളരെ മനോഹരമായിട്ട് ചെയ്തു. എനിക്ക് പലപ്പോഴും സംശയം ഉണ്ടായത് അടിക്കുറിപ്പ് ചേർക്കേണ്ടി വരുമോ ചില വാക്കുകൾക്കൊക്കെ. അപ്പൊ പുള്ളിക്കാരി അടിക്കുറിപ്പ് ചേർക്കുന്നത് വായനയെ ബാധിക്കും എന്നൊരു തീരുമാനത്തിന് പുറത്ത് അടിക്കുറിപ്പൊന്നും ചേർത്തില്ല, അല്ലാതെ തന്നെ അത് മുന്നോട്ട് പോയി. പക്ഷേ ഇംഗ്ലീഷിൽ വന്നപ്പോൾ വളരെ നന്നായിട്ട് വർക്കായി, ആൾക്കാർ അത് എൻജോയ് ചെയ്തു. ഇംഗ്ലീഷിൽ ഒരുപക്ഷെ മലയാളത്തിൽ ഉണ്ടായതിൽ കൂടുതൽ നിരൂപണങ്ങൾ ഇംഗ്ലീഷിൽ മീശയ്ക്ക് വന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളിലും മാസികകളിലും ഓൺലൈൻ മീഡിയയിലും എല്ലാം മീശയെക്കുറിച്ച് ധാരാളം നിരൂപണങ്ങൾ വന്നു. ഒരുപക്ഷെ ഇവിടെ വായിച്ചാലും കൂടുതൽ നന്നായിട്ട് വായിക്കപ്പെട്ടത് അവിടെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്, ഇംഗ്ലീഷിലാണെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇവിടെ ഒരു വിവാദമൊക്കെ ഉണ്ടായി, അതിന്റെ പുറത്തുള്ള ചർച്ചകളായിരുന്നു. പക്ഷെ അവിടെ അവർക്ക് അതിനെ കുറിച്ചൊന്നും അറിയാൻ പറ്റില്ല. അവരതിന്റെ ഒരു ലിറ്ററേച്ചർ ക്വാളിറ്റിയാണ് നോക്കിയത്. ആ തരത്തിൽ നന്നായി വായിക്കപ്പെട്ടു. അതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. അതേസമയം ചില നമുക്ക് മാത്രം പിടികിട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. കുട്ടനാട്ടിലെ ജീവിതത്തെ കുറിച്ച്, കുട്ടനാട്ടിലെ കൃഷി രീതി, അവിടുത്തെ ഒരു ഞാറ്റുവേല, ഇതിനെക്കുറിച്ച് നമ്മൾ എഴുതുന്നത് അവർക്ക് മനസ്സിലാകണമെന്നില്ല. അതേസമയം ഒരു കൃതി തീർച്ചയായിട്ടും എല്ലാ മനുഷ്യർക്കും മനസ്സിലാകുന്നതാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനകത്ത് മനസ്സിലാകുന്ന ചില എലമെന്റുകൾ അതിനകത്ത് കാണും. നമ്മുടെ പുസ്തകത്തിനകത്തും എല്ലാവർക്കും മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ അതിനകത്ത് കാണും. അത് അവർക്ക് നന്നായിട്ട് കിട്ടും. ഒരുപക്ഷെ നമുക്ക് കൗതുകമായിട്ട് തോന്നാത്ത കാര്യങ്ങൾ അവർക്ക് വളരെ കൗതുകമായിട്ട് തോന്നും. ഒരു മലയാളി എഴുത്തുകാരൻ എഴുതുന്ന മലയാളി ജീവിതം, അല്ലെങ്കിൽ കുട്ടനാടൻ ജീവിതം, അല്ലെങ്കിൽ ഹൈറേഞ്ച് ജീവിതം നമുക്ക് പുതുമയായിട്ട് തോന്നണമെന്നില്ല. അത് പക്ഷേ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ബംഗാളിയിൽ ചെല്ലുമ്പോൾ, ഹിന്ദിയിൽ ചെല്ലുമ്പോൾ അവർക്കത് വലിയ പുതുമയായിട്ട് തോന്നും. പക്ഷെ നമ്മൾ വിചാരിക്കാത്തൊരു മാനം അവരത് കണ്ടെത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ട്രാൻസ്ലേഷനെ കുറിച്ച് നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നല്ല ട്രാൻസ്ലേറ്ററെ കിട്ടിയാൽ നല്ല പുസ്തകങ്ങൾ നല്ല രീതിയിൽ പുറത്ത് വായിക്കപ്പെടുമെന്നാണ് എൻ്റെ അനുഭവം. നമ്മളും പുറത്തുനിന്നുള്ള ഇതിൽ വായിച്ചാണല്ലോ നമ്മൾ ഇത്രയൊക്കെ ആയത്. എഴുതാൻ പഠിച്ചതും നമ്മൾ വായിക്കാൻ പഠിച്ചതൊക്കെ പുറത്തുനിന്നുള്ള കൃതിയിൽ വായിച്ചാണല്ലോ. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല. അത് വരുന്ന രീതിയിൽ വരട്ടെ, അതിന്റെ ഗുണങ്ങൾ ആൾക്കാർക്ക് കിട്ടട്ടെ. ലോകം ഒന്നായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ പല സ്ഥലത്തേക്ക് വായന പോട്ടെ, അതാണ് നല്ലത്. താങ്ക് യു സർ. നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് ദേവിക. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എഴുത്തുകാരുടെ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള കഴിവിനെ പരിമിതപ്പെടുത്തുന്നില്ലേ എന്നതാണ്. അത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞൊരു ചോദ്യം ഉണ്ടാക്കും. ഇത് അമേരിക്കയിൽ വന്നൊരു വാക്കാണ്. അമേരിക്കയിൽ പണ്ട് കാലത്ത് ഉപയോഗിച്ചു തുടങ്ങിയൊരു വാക്കാണ്. എനിക്ക് തോന്നുന്നു ലെഫ്റ്റ് ലിബറലുകളെ കളിയാക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന കാര്യം. എന്നാണ് എൻ്റെ വിചാരം. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ ഇത് രാഷ്ട്രീയ ശരി എഴുത്തിൽ കൊണ്ടുവരാൻ നിർബന്ധം പിടിക്കുമ്പോൾ അതൊരു മൗലികവാദം പോലെ എനിക്ക് തോന്നാറുള്ളത്. ഇത് ആരുടെ രാഷ്ട്രീയ ശരിയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്? ഇപ്പം പല രാഷ്ട്രീയ ചിന്തയുള്ളവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവരിൽ ആരുടെ രാഷ്ട്രീയ ചിന്തയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്? ആരാണ് ശരിയെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്? അല്ലെങ്കിൽ സമൂഹം പൊതുവായിട്ട് വിചാരിക്കുന്ന എന്തെങ്കിലും ശരിയുണ്ടോ? അതിനനുസരിച്ചാണ് നമ്മൾ എഴുതേണ്ടത്. അതോ നമ്മൾ വിചാരിക്കുന്ന ഒരു രാഷ്ട്രീയ ശരിയുണ്ടോ? അതിനനുസരിച്ചാണ് ശരി എഴുതേണ്ടത്. ഇത് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ എഴുതാനിരിക്കുമ്പോൾ നമ്മൾ രാഷ്ട്രീയ ശരി നോക്കിയാൽ, അല്ലെങ്കിൽ ഒരു തിരക്കഥ എഴുതുമ്പോൾ, അല്ലെങ്കിൽ സിനിമ എടുക്കുമ്പോൾ രാഷ്ട്രീയ ശരി നോക്കിയാൽ ആ സിനിമ മുന്നോട്ട് പോവുകയില്ല, അല്ലെങ്കിൽ കഥ മുന്നോട്ട് പോവുകയില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് രാഷ്ട്രീയ ശരിയെ വളരെ തെറ്റായ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്, മലയാളികൾ മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഒരു കഥാപാത്രം സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ചെറിയ അഭിപ്രായ പ്രകടനം നടത്തുന്നത്, അത് പൊളിറ്റിക്കലി കറക്റ്റ് ആകണമെന്ന് വാശി പിടിക്കും. ഒരു സിനിമയിൽ ഒരു കഥാപാത്രം എന്തെങ്കിലും മോശമായിട്ട് സംസാരിച്ചാൽ അത്
പൊളിറ്റിക്കലി കറക്റ്റ് ആയില്ല എന്നാണ് നമ്മൾ പലപ്പോഴും അഭിപ്രായപ്പെടുന്നത്. ശരിക്കും ആ കഥാപാത്രം മോശം ഒരാളായിരിക്കും, അതുകൊണ്ടായിരിക്കും അയാൾ അങ്ങനെ അങ്ങനെ സംസാരിച്ചത്. മോശം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ. നമ്മളിപ്പം സ്ത്രീ വിരുദ്ധമായിട്ട് സംസാരിക്കുന്നവരും ദളിത് വിരുദ്ധമായിട്ട് സംസാരിക്കുന്നവരൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ നമുക്ക് എഴുതി കൊണ്ടുവരേണ്ടി വരും. അവരെഴുത്തിലും ആ രീതിയിൽ സംസാരിക്കും, അല്ലെങ്കിൽ കഥ മുന്നോട്ട് പോകില്ല. അല്ലാതെ നമ്മളിപ്പോ ഒരു കൃതിയുടെ രാഷ്ട്രീയം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ ആകത്തുക, കൃതി നൽകുന്ന ആകത്തുക എന്താണ്, അത് വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് തരുന്ന ആകത്തുകയുടെ രാഷ്ട്രീയം എന്താണ്, അതിനെ നമുക്ക് വിമർശിക്കാം. തീർച്ചയായിട്ടും അതിനെ വിമർശിക്കാം, അതിനെ അനുകൂലിക്കാം, അതിനൊക്കെ സാധ്യതയുണ്ട്. അല്ലാതെ നമ്മൾ എന്റെ എഴുത്ത് രാഷ്ട്രീയം ശരിയായിരിക്കണം എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ എഴുതുന്ന എഴുത്തുകൾ നന്നാകില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന്റെ ആവശ്യമില്ലെന്ന് തന്നെയാണ് കരുതുന്നത്. നമ്മൾ ജീവിതം എഴുതുന്നു, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലെ ഇത്രയും കാലത്തെ വായനയിലൂടെ ഉണ്ടായ സെൻസിബിലിറ്റിയോട് നീതി പുലർത്തുന്ന രീതിയിൽ എഴുതുന്നു. അതാണ് പ്രധാനമെന്ന് ഞാൻ കരുതുന്നത്. രാഷ്ട്രീയത്തിലൂടെ പറഞ്ഞാൽ നമ്മൾ പോകേണ്ട കാര്യമില്ല. താങ്ക് യു സർ. ഹലോ സാർ, നമസ്കാരം. നമസ്കാരം. സാർ, എൻ്റെ പേര് പാർവതി. അപ്പം എനിക്കറിയാൻ ആഗ്രഹമുള്ളത് സാറിൻ്റെ അപ്പൻ എന്നുള്ള പുസ്തകത്തെ പറ്റിയാണ്. അതിൽ 6 വ്യത്യസ്തമായിട്ടുള്ള കഥകളെ അങ്ങൊരു പുസ്തകം, 6 വ്യത്യസ്ത തലത്തിൽ നിൽക്കുന്ന കഥകളെ ഒരു പുസ്തകം എന്നുള്ള രീതിയിലേക്ക് ആക്കുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലൊരു എഴുത്തിലേക്ക് അങ്ങ് എത്താനുണ്ടായ ഒരു സാഹചര്യം, അതിലെപ്പോഴും വായനക്കാർക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകുന്ന രീതിയിലാണല്ലോ രണ്ടാമത്തെ കഥയാണെങ്കിലും അങ്ങ് എത്തിച്ചിട്ടുള്ളത്. അപ്പൊ അത്തരത്തിലുള്ളൊരു എഴുത്തിലേക്ക് ഉണ്ടാവാനുണ്ടായ സാഹചര്യം. രണ്ടാമത്തെ കഥ ഏതെന്ന് ഞാൻ മറന്നുപോയി. നോക്കട്ടെ. ഫോട്ടോ ചുമരിലെ മല പോലെ എന്നുള്ള കഥ. ഈ അപ്പൻ എന്ന് പറഞ്ഞ കഥാസമാഹാരത്തിലെ കഥകൾ പല കാലഘട്ടത്തിൽ എഴുതിയതാണ്, പല സമയത്ത് എഴുതിയതാണ്. അതിലൊന്നും ഒരു പൊതു സ്വഭാവമൊന്നും ഇല്ല അങ്ങനെ. അത് പിന്നെ കഥാസമാഹാരമാക്കി ഒന്നിച്ചാക്കി എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഒരു പൊതു സ്വഭാവം അതിനില്ല. പിന്നെ ഇതിനകത്ത് രണ്ടാമത്തെ കഥ മോദസ്ഥനായ വസിപ്പൂമല പോലെ എന്നുള്ള കഥയാണ്. അതൊരു മിശ്രവിവാഹത്തെ കുറിച്ചുള്ള ഒരു കഥയാണ്. ഒരു ജാതി എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ ഒരു മറയ്ക്കാൻ വയ്യാത്തൊരു കാര്യമായിട്ട് നിൽക്കുന്നത് എന്ന് പറയുന്ന ഒരു കഥയാണത്. അപ്പൊ ആ കഥ എഴുതുന്ന സമയത്ത് ഞാൻ ആലോചിച്ചത്, ജാതി പറയാതെ എങ്ങനെ ആ കഥയിൽ കൂടി ജാതി വ്യത്യാസത്തെ നമ്മൾ മനസ്സിൽ കൊണ്ടുനടക്കുന്നത് എങ്ങനെ അടയാളപ്പെടുത്താമെന്നാണ് ഞാൻ ആലോചിച്ചത്. കാരണം മലയാളി ജീവിതത്തിൽ അങ്ങനെ, പുറത്തുള്ള ജീവിതത്തിൽ അങ്ങനെ ജാതി കൊണ്ടു നടക്കാറില്ല. നമ്മൾ ജാതി വ്യത്യാസമില്ലാതെ ആൾക്കാരോട് പെരുമാറുകയും എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും എല്ലാവരും ഒന്നിച്ച് സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് മലയാളികൾ. പുറമെ ജാതിയെക്കുറിച്ച് നമ്മൾ അങ്ങനെ പറയാറില്ല. അതേസമയം തന്നെ വ്യക്തി ജീവിതത്തിൽ ജാതി പിന്തുടരുകയും ചെയ്യുന്ന ആൾക്കാരാണ്. വളരെ രഹസ്യമായിട്ട് ജാതി പിന്തുടരുകയും ജാതിയെക്കുറിച്ച് പുറമെ സംസാരിക്കുന്നത് മോശമാണെന്ന് കരുതുകയും രഹസ്യമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പൊ ആ തരത്തിലുള്ള എഴുത്ത് അതിനകത്ത് വരണം എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിനകത്ത് ജാതി പറയാതെ പറയാൻ ശ്രമിച്ചത്. അതുപോലെ തന്നെ അപ്പൻ എന്ന് പറയുന്ന കഥ, അത് ഞാൻ ഈ ഒരു സമയത്ത് KP അപ്പനെ നന്നായിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. KP അപ്പന്റെ പുസ്തകങ്ങളെല്ലാം തന്നെ വായിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാഷ എനിക്ക് ആ സമയത്ത് വളരെ ഇഷ്ടമായിരുന്നു. പക്ഷെ ഇന്ന് വായിച്ചു നോക്കിയാൽ അങ്ങനെ തോന്നില്ല പലപ്പോഴും. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ലേഖനമുണ്ടെന്ന്, ദൈവത്തിന്റെ നിരീശ്വരത്വം എന്ന് പറഞ്ഞ ലേഖനം ഉണ്ടായിരുന്നു. അത് സിനിമാ നടൻ സത്യനെ കുറിച്ചുള്ളതാണ്. അപ്പൊ അതും അദ്ദേഹത്തിന്റെ ജീവിതവും എല്ലാം കൂട്ടിവെച്ചൊരു കഥയാണത്. അങ്ങനെ കുറച്ച് കഥകൾ ഒന്നിച്ചു ചേർന്നാണ് ഈ അപ്പന്റെ പ്രകസമാനം. ഇതിപ്പോ എന്റെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കി പറഞ്ഞാണ്, എന്റെ കോപ്പി ഇരുന്നുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ പൈഡ് വൈപ്പം, തത്തകം തേരേതും, പിന്നെ മാവോയിസ്റ്റ് എന്ന് പറഞ്ഞ കഥയിനകത്തുണ്ട്. മാവോയിസ്റ്റ് ഒരു പോത്ത് ഒരു ഗ്രാമത്തിൽ ഇടഞ്ഞുകൂടുന്നതും അതെങ്ങനെ നാടിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതും എന്ന് പറയുന്ന കഥയാണ്. അതും എനിക്കറിയാവുന്ന ഒരു ജീവിത പരിസരത്തു നിന്ന് ഉണ്ടായി വന്ന കഥയാണ്. അങ്ങനെ പല കഥകൾ കൂടി ചേർന്നാണ് ഒരു കഥാസമാഹാരം. ഒരു കഥാസമാഹാരത്തിന് എപ്പോഴും പൊതു സ്വഭാവം കാണണമെന്നില്ല. ചിലപ്പോൾ അങ്ങനെ വരാം, ചിലപ്പോൾ വരാതിരിക്കാം. കാരണം പല കാലത്ത് ഇരുന്നുകൊണ്ട് നമ്മുടെ പല കാലത്തെ ജീവിതമാണ് അതിനകത്ത് വരുന്നത്. അങ്ങനെയാണ് ആ സമാഹാരം ഉണ്ടായത്. വളരെ സന്തോഷം സാർ, താങ്ക് യു. സാർ നമസ്കാരം, എൻ്റെ പേര് പാർവതി എന്നാണ്. എനിക്ക് ചോദിക്കാനുള്ള എന്താന്ന് വെച്ചാല്, സാറിന്റെ കൃതികൾ പാർവതിയാണ്. എന്താന്ന് വെച്ചാല്, സാറിന്റെ കൃതികള് പലപ്പോഴും വിമർശനത്തിന് വിധേയമായിട്ടുള്ളതാണല്ലോ. ഇത്തരം വിമർശനങ്ങൾ കേൾക്കുമ്പോൾ സാർ എങ്ങനെയാണ് ആ സാഹചര്യത്തെ നേരിടാറ് എന്നറിയാൻ ഒരു ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും പോസിറ്റീവായ വിമർശനങ്ങൾ എഴുത്തിനെ കൂടുതൽ നന്നാക്കാറുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. സാറിന്റെ അനുഭവത്തിൽ
അത്തരത്തിലേറെ സ്വാധീനം ചെലുത്തിയൊരു വ്യക്തി ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആരാണ് എന്നൊന്ന് പറയാമോ? നല്ല ചോദ്യമാണ്. കാരണം വിമർശനങ്ങൾ വളരെ പ്രധാനമാണ് എഴുത്ത് ജീവിതത്തിൽ. എന്ന് പറഞ്ഞാൽ വിമർശനം വേണം എഴുത്തിന്. കാരണം നമ്മളൊരു കഥ എഴുതി, അല്ലെങ്കിൽ ഒരു നോവൽ എഴുതി, കവിത എഴുതി, അതിനെ ആരും മൈൻഡ് ചെയ്യാതിരിക്കുന്നത് നല്ലതാണ് വിമർശനം ഉണ്ടാകുന്നത്. കാരണം കുറച്ചുകൂടെ അത് വായിച്ചു എന്നതിനുള്ള തെളിവാണല്ലോ. പിന്നെ നമ്മളൊരു നിലവിലുള്ള രീതിക്ക് അനുസരിച്ച് എഴുതാതിരുന്നാലും വിമർശനം ഉണ്ടാകും. ഒരു ആൾക്കാരൊരു കൃതി എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മുടെ ആൾക്കാരുടെ മനസ്സിൽ ധാരണയുണ്ട്. അതിനനുസരിച്ച് എഴുതിയാൽ ആരും മിണ്ടില്ല. അതേസമയം അതിന് വിരുദ്ധമായ സെൻസിബിലിറ്റി നമ്മൾ ഉണ്ടാക്കിയാൽ, അതിനുവേണ്ടി ശ്രമിച്ചാൽ നമുക്ക് എതിർപ്പുകളുണ്ടാകും. ഉദാഹരണത്തിന് ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറഞ്ഞ കൃതി എഴുതിയ സമയത്ത് അത് വലിയ ബഹളമായിരുന്നു. അതിനെ ആരും അംഗീകരിച്ചില്ല. കുറച്ചുപേരെ അതിനെ അംഗീകരിച്ചുള്ളൂ. കേരളത്തിൽ നിലവിലിരുന്ന വായനാ സമൂഹം, അല്ലെങ്കിൽ അതിന്റെ ഒരു യാഥാസ്ഥിക വായനാ സമൂഹം അതിനെ തള്ളി പറയുമായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞ് അതിനൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുകയും അതൊരു മലയാളത്തിലെ ഏറ്റവും മികച്ച കൃതിയായിട്ട് കൊണ്ടാടപ്പെടുകയൊക്കെ ചെയ്തതിനു ശേഷമാണ്. അതിപ്പം നമ്മുടെ VKN കൃതികൾക്കും ആദ്യകാലത്ത് ഇതുപോലെ എതിർപ്പുണ്ടായിട്ടുണ്ട്. പിൽക്കാലത്ത് എതിർപ്പുണ്ടായിട്ടുണ്ട്. ബഷീർ ശബ്ദങ്ങൾ എഴുതിയപ്പം വലിയ എതിർപ്പുണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാകും. പിന്നെ പലപ്പോഴും ഞാനതിനെ വിമർശനങ്ങളെ ഒന്ന് മാറി നിന്ന് കാണുന്ന ആളാണ്. എന്നെ അത് അധികം ബാധിക്കാറില്ല വിമർശനങ്ങൾ. കാരണം ഞാൻ എഴുതുന്നതിനെ കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട്. എന്താണ് എഴുതുന്നത്, അത് എത്രത്തോളം ആകാം, അതിന്റെ നിലവാരം എന്തുമാത്രം ഉണ്ടെന്നൊക്കെ എനിക്ക് ഏതാണ്ട് ഒരു ധാരണയുണ്ട്. കാരണം വിമർശനങ്ങൾ എന്നെ അധികം ബാധിക്കാറില്ല. പിന്നെ കുട്ടി പറഞ്ഞത് ശരിയാണ്. നമുക്ക് നല്ല വിമർശനങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെ സെൻസിബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ വിമർശിക്കും. നമ്മൾ എഴുതുന്ന കഥകൾ അല്ലെങ്കിൽ നോവലുകൾ, അതിന് ഇന്ന കുഴപ്പങ്ങളുണ്ട്, ഇതാണ് അതിന്റെ പ്രശ്നം, അല്ലെങ്കിൽ ഇതാണ് അതിന്റെ ഗുണം എന്ന് പറയുന്ന നല്ല വിമർശനങ്ങൾ നമ്മുടെ എഴുത്തിനെ സഹായിക്കും. വിമർശനം കേൾക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എഴുത്തുകാരന് വിഷമം ഉണ്ടാകും. പക്ഷെ അത് പിന്നെ ഒരു സമയത്ത് എഴുതാതിരിക്കുമ്പോൾ നമുക്ക് ഗുണം ചെയ്യും. പിന്നെ പേപ്പറും പേനയുമായിട്ട് ഒരു മുറിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ അറിയാതെയാണെങ്കിലും ഇത് വരികയും ഇത് നമുക്ക് വളരെ ഗുണം ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് പേരുടെ വിമർശനങ്ങൾ എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരാളുടെ പേര് എനിക്ക് പറയാൻ പറ്റില്ല. പലപ്പോഴും എൻ്റെ പല സുഹൃത്തുക്കൾക്ക് ഞാൻ വായിക്കാൻ കൊടുക്കാറുണ്ട്. അവർ പലരും വായിച്ചിട്ട് പറയുന്ന ചില അഭിപ്രായങ്ങൾ എനിക്ക് പിൽക്കാലത്ത് ഗുണം ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരുണ്ട്. അതങ്ങനെ ഒരാളെ പ്രത്യേകിച്ച് പറയാൻ സാധിക്കില്ല. പക്ഷെ പൊതുവെ എഴുത്തുകാർ വിമർശനം കൊണ്ട് സഹിഷ്ണുത ഉള്ളവരായിരിക്കണം എന്നാണ് എൻ്റെ നിലപാട്. കാരണം ഇതൊരു എറിയുന്ന കല്ലാണ്, എറിഞ്ഞ കല്ലാണ്. ഒരു കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അത് പിന്നെ വായനക്കാരനാണ് തീരുമാനിക്കേണ്ടത്. ഇതിനെ വിമർശിക്കണോ, ഇത് നല്ലതാണോ, ഇത് മോശമാണോ എന്നൊക്കെ വായനക്കാരാണ് തീരുമാനിക്കുന്നത്. അല്ലാതെ എഴുത്തുകാരൻ പുറകെ നടന്ന ഓരോ സ്റ്റേജിലും തൻ്റെ ഹൃദയത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും അതിന്റെ ആന്തരാർത്ഥം ഇതാന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന കാര്യമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞു കൊടുത്താൽ നമ്മുടെ എഴുത്ത് പരാജയപ്പെട്ടതാണ് അർത്ഥം. അത് വായനക്കാർക്ക് വിട്ടുകൊടുക്കുക, നിരൂപർക്ക് വിട്ടുകൊടുക്കുക, വിമർശകർക്ക് വിട്ടുകൊടുക്കുക. അതിന് കുറച്ചൊക്കെ ചെവി കൊടുത്താൽ അത് നമ്മളെ സഹായിക്കും. അങ്ങനെയാണ് എൻ്റെ അഭിപ്രായം. വളരെ നന്ദി സാർ. ഹലോ സാർ. ഹലോ സാർ, എൻ്റെ പേര് ഗീതു. ഞാനും കുന്നം കോളേജിലെ ഒരു വിദ്യാർത്ഥിനിയാണ്. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, നമ്മൾ മറ്റൊരാളുടെ സാഹിത്യ സൃഷ്ടിയാണല്ലോ അങ്ങ് ചുരുളി എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതുവാനായിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ ഈ ഒരു ഉദ്യമം അങ്ങയെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നോ അതോ അത് എളുപ്പമായിരുന്നോ? ഇല്ല, അങ്ങനെയല്ല. അത് എന്റെ ജല്ലിക്കെട്ട് എൻ്റെ തന്നെ കഥയായിരുന്നു. നൻപകളുടെ അടുത്ത് മയക്കം എൻ്റെ കഥയല്ല. അത് ലിജോയുടെ കഥ ഞാൻ സിനിമയാക്കിയതാണ്, ഞാൻ തിരക്കഥയാക്കിയതാണ്. ഇതും അങ്ങനെയാണ്. ചുരുളി അങ്ങനെയാണ്. ചുരുളി വിനോദ് തോമസിന്റെ കളികമനാറിലെ കുറ്റവാളികൾ എന്ന് പറയുന്ന കഥയായിരുന്നു. ഇത് അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു വേറൊരാളുടെ കഥ സിനിമയാക്കുന്നതിന് ഓരോ തിരക്കഥയെഴുത്തും ബുദ്ധിമുട്ടുള്ളതാണ്. അത് സാധാരണ കഥയെഴുത്ത് പോലെയല്ല. കാരണം കഥയെഴുത്തിൽ നമ്മളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതിയാൽ മതി. തിരക്കഥ അങ്ങനെയല്ല. തിരക്കഥയ്ക്കകത്ത് ഒരുപാട് പേരുടെ താല്പര്യങ്ങളുണ്ട്. സംവിധായകനാണ് സിനിമയുടെ ഏറ്റവും പ്രധാനമാണ്. അയാളുടെ താല്പര്യത്തിനനുസരിച്ചായിരിക്കണം നമ്മൾ തിരക്കഥ എഴുതുന്നത്. നമ്മൾ അതിൻ്റെ ഒരു വിഷ്വൽ സെൻസ് നമുക്ക് നന്നായിട്ട് ഉണ്ടായിരിക്കണം. നമ്മളത് മനസ്സിൽ കാണണം, എങ്ങനെയായിരിക്കണം ഈ സീൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതനുസരിച്ചായിരിക്കണം നമ്മൾ എഴുതുന്നത്. അല്ലാതെ നമ്മുടെ ഒരു വലിയ ആത്മപ്രകാശനത്തിനുള്ള സ്ഥലമല്ല ഇത് തിരക്കഥ എഴുത്തെന്ന് പറഞ്ഞാൽ. കാരണം സിനിമയുടെ പിന്നിലൊരു മൂലധനമുണ്ട്. അത് തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അത് നമ്മുടെ മാത്രം ക്രിയേറ്റീവ് സ്പേസ് അല്ല. സംവിധായകന്റെ, എഡിറ്ററുടെ, മ്യൂസിക് ഡയറക്ടറുടെ, അങ്ങനെ ഒരുപാട് പേരുടെ, ക്യാമറാമാന്റെ, ഇവരുടെ എല്ലാവരുടെയും ക്രിയേറ്റീവ് സ്പേസ് ആണ് സിനിമ. അതിനകത്തൊരു സംഭാവന ചെയ്യുന്ന ഒരാൾ മാത്രമാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് തന്നെ
നമ്മുടെ സ്വന്തം താല്പര്യമല്ല അതിനകത്ത് പ്രധാനം. അതുകൊണ്ട് ഓരോ ഇത് എഴുതുമ്പോഴും ഓരോ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അത് തന്നെയാണ് ചുരുളിക്കും ഒക്കെ സംഭവിച്ചത്. അല്ലാതെ വേറെ ആളുടെ കഥയായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമ്മൾ ഇത്തിരി സിനിമയെ നമ്മൾ നമ്മുടെ മറ്റെഴുത്തിൽ നിന്ന് മാറി എന്ന് കാണേണ്ട ഒരു കാര്യമാണ്. താങ്ക് യു സർ. സാർ അടുത്തതായിട്ട് ഇൻബോക്സിൽ വന്നൊരു ചോദ്യമാണ്. ജോലിയാണ് ചോദിച്ചിരിക്കുന്നത്. സാറിന്റെ കൃതികളിൽ സാധാരണക്കാർക്കും പ്രാദേശിക ജീവിതത്തിനും വലിയ പ്രാധാന്യം നൽകുന്നതിന് പിന്നിലെ സൃഷ്ടി പ്രക്രിയയെക്കുറിച്ച് വിശദീകരിക്കാമോ? എന്താണ് ഈ കഥാപാത്രങ്ങൾക്കായുള്ള പ്രേരണ? അവരുടെ ജീവിതത്തെ ഈ രീതിയിൽ അവതരിപ്പിക്കാനുള്ള പ്രേരക ശക്തികൾ എന്തൊക്കെയാണ്? ഇല്ല, ഇപ്പം സാധാരണക്കാര് മാത്രമൊന്നുമല്ല, അല്ലാത്തവരുണ്ട്. ഇപ്പൊ ആഗസ്റ്റ് പതിനേഴിനകത്ത് ചരിത്ര പുരുഷന്മാരൊക്കെയാണ് വരുന്നത്. അങ്ങനെയൊക്കെ അതിനകത്താണ് കൂടുതൽ വരുന്നത്. അല്ലാത്ത കഥകളിലും മീശ നോവലിലും ഒക്കെ സാധാരണ മനുഷ്യരൊക്കെയാണ് വരുന്നത്. അതിന് കാരണം ഞാൻ ജീവിക്കുന്നത് ഒരു നോർത്ത് കുട്ടനാട്ടിലെ ഒരു സ്ഥലത്താണ്, ഒരു ഗ്രാമത്തിലാണ് ജീവിക്കുന്നത്. അവിടെ പരിചയമുള്ള ജീവിതമാണ് എനിക്കറിയാവുന്നത്. അപ്പം അവരെ കുറിച്ചാണ് ഞാൻ പലപ്പോഴും എഴുതുന്നത്. കാരണം നമ്മുടെ മനസ്സിൽ വരുന്ന കഥകൾ അവരെ ചുറ്റിപ്പറ്റുന്ന കഥകളായിരിക്കും. അതാണ് കൂടുതലും വരുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് സാധാരണ മനുഷ്യരുള്ള അത്രയും കഥ വേറൊരു മനുഷ്യരിലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ എഴുത്തുകാരുടെ ജീവിതാനുഭവത്തെ കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട്. ബഷീർ ഒരുപാട് ജീവിതാനുഭവങ്ങളുള്ള എഴുത്തുകാരായിരുന്നു, തകഴി എങ്ങനെയായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മളെക്കാളും എത്രയോ ഇരട്ടി ജീവിതാനുഭവമുള്ള മനുഷ്യരായിരിക്കും ആരും എഴുതാതെ നടക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ. അവര് കഥ അവര് നന്നായിട്ട് എഴുതുമായിരുന്നെങ്കിൽ നമ്മളൊക്കെ പരാജയപ്പെട്ടു പോയാൽ. അത്രയും അധികം ജീവിതാനുഭവം അവർക്കുണ്ട്. പക്ഷെ ചിലതൊക്കെ അതിൽ നിന്ന് നമുക്ക് പറഞ്ഞു കിട്ടും, അതൊക്കെ നമ്മൾ എഴുതും. അതൊക്കെയാണ് സംഭവിക്കുന്നത്. അല്ലാതെ അതിനകത്ത് കൃത്യമായിട്ട് അവരെ കുറിച്ച് തന്നെ എഴുതണം എന്ന തീർച്ചയായും ഉണ്ടാകുന്നതല്ല. നമ്മുടെ ചുറ്റുപാട് അതാണ്. നമുക്കറിയാവുന്ന മനുഷ്യർ അവരാണ്. അതുകൊണ്ട് അവർ കഥയിലോട്ട് കടന്നു വരുന്നു എന്നുള്ളതാണ്. സന്തോഷം സാർ. ഹലോ സാർ, എൻ്റെ പേര് ലക്ഷ്മി. ഞാൻ KUCT കുന്നം കോളേജിലെ ഒരു വിദ്യാർത്ഥിയാണ്. അപ്പം എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുമ്പം സാർ രാഷ്ട്രീയ വിഷയങ്ങളിലും അതുപോലെ തന്നെ സാമൂഹിക വിഷയങ്ങളിലും ഒക്കെ സാറിൻ്റെ അഭിപ്രായം സാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിപ്പം ഇപ്പം നമ്മുടെ ചുറ്റും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അർജുൻ്റെ ഒരു കേസ് എന്ന് പറയുന്നത്. അപ്പം അതെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഭരണകൂടത്തിൻ്റെ അനാസ്ഥയും മറ്റും ഒക്കെയാണ് അതിനൊരു കാരണമെന്ന് നമുക്ക് പറയാം. അതിനപ്പുറം ഒരു മനുഷ്യൻ്റെ ചെയ്തികളുടെ ഒരു ഭാഗമല്ലേ. അപ്പം അതിനെതിരെ നമുക്ക് എങ്ങനെ മനുഷ്യനെ നമ്മുടെ സാഹിത്യ കൃതികളിലൂടെ ഒന്ന് ബോധവാന്മാരാക്കാമെന്നാണ് സാറ് വിശ്വസിക്കുന്നത്? സാഹിത്യ കൃതികളിലൂടെ ഇപ്പോൾ ആരും ബോധവാന്മാരൊക്കെ ഒന്നും പറ്റത്തില്ല. അതൊക്കെ നമ്മുടെ പഴയ ധാരണയാണ്. അത് പണ്ട് കാലത്ത് അതൊക്കെ നടന്നേ. ഇന്നിപ്പോൾ അതൊക്കെ നടക്കില്ല. സാഹിത്യ കൃതികൾ വായിക്കുന്ന എത്ര പേരാണുള്ളത്? അങ്ങനെ ബോധവാന്മാരാക്കേണ്ട കാര്യമില്ല സാഹിത്യ കൃതിയിൽ കൂടി. അതിനുള്ള നല്ല സാഹിത്യ കൃതികൾ സാഹിത്യകൃതികളെ ബോധവാന്മാരാക്കുന്ന ഒരു പ്രക്രിയ നടത്തുന്ന കാര്യമല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഈ ഒരു കേസിൽ എന്ന് പറഞ്ഞാൽ ഇത് ഞാനത് കഴിഞ്ഞ ദിവസമാണ് ശ്രദ്ധിച്ചത്. ഞാൻ അങ്ങനെ TV ഒന്നും അധികം കാണാത്ത ആളാണ്. പിന്നെ സോഷ്യൽ മീഡിയ അങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറില്ല. അപ്പൊ അത് തീർച്ചയായിട്ടും ഒരു മനുഷ്യജീവന് വില കൊടുക്കാത്തൊരു സന്ദർഭമാണ് പലപ്പോഴും ഇന്ത്യയിലുള്ളത്. തിരിച്ച് വികസിത രാജ്യങ്ങളൊന്നും അങ്ങനെയല്ല. അവിടെ മനുഷ്യജീവന് കുറെ കൂടെ വിലയുണ്ട്. അവിടുത്തെ ഓരോ പൗരന്റെ ജീവനും അവർക്ക് വിലപ്പെട്ടതാണ്. അവരങ്ങനെ കരുതുന്നുണ്ട്. ഒരാളുടെ ജീവന് വേണ്ടി തന്നെ ഒരു ഭരണകൂടം ഉണർന്നെഴുതേക്ക് ശ്രമിക്കുകയൊക്കെ ചെയ്യും. എത്ര പണം വേണമെങ്കിലും മുടക്കും, എന്ത് സൗകര്യങ്ങൾ വേണമെങ്കിലും ഒരുക്കും. ഇപ്പൊ അമേരിക്കൻ പൗരന്റെ അല്ല അമേരിക്കൻ സിറ്റിസണിന്റെ ജീവന് ഒരു വലിയ വിലയാണ് കൊടുക്കുന്നത്. അവരതിന് വലിയ പരിഗണന കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മുടെ ഇവിടെ മനുഷ്യർ പുഴുക്കളെ പോലെ ജീവിക്കുന്നു, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലൊക്കെ. ആ ഒരു പരിഗണന നമ്മൾ കൊടുക്കാറില്ല. കേരളത്തിൽ കുറച്ചുകൂടി ഒരു പരിഗണനയുണ്ട്, അങ്ങനെ ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇതിന്റെ പിന്നിലുള്ളത് കുട്ടി ഉദ്ദേശിച്ച ഒരു പക്ഷേ പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടേണ്ടതാണ്. അതിന് ലിറ്ററേച്ചറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമുക്കത് താല്പര്യമുള്ള വിഷയമാണെങ്കിൽ നമുക്ക് എഴുത്തിക്കൂടെ അത് കൊണ്ടുവരാം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ആൾക്കാരെ ബോധവൽക്കരിക്കാൻ ലിറ്ററേച്ചറിന് പറ്റും എന്ന് ഞാൻ കരുതുന്നില്ല. കുറച്ചൊക്കെ സാധിക്കുമായിരിക്കും, അതിലപ്പുറം ഒന്നും. സാഹിത്യത്തിന്റെ ധർമ്മം അതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണെന്ന് ഞാൻ കരുതുന്നില്ല. അതല്ല സാഹിത്യത്തിന്റെ ധർമ്മം എന്ന് വിചാരിക്കുന്നു. ഓക്കെ സാർ, താങ്ക് യു. ഹലോ സാർ, എൻ്റെ പേര് കൃഷ്ണ. എൻ്റെ ചോദ്യം കഥയുടെ സ്വാതന്ത്ര്യം തിരക്കഥ രചനയിൽ കിട്ടുമെന്നുള്ളതാണ്. ഇല്ല, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, കഥയുടെ സ്വാതന്ത്ര്യം തിരക്കഥാരനെ കിട്ടത്തില്ല. കാരണം സിനിമ എന്ന് പറയുന്നത് സംവിധായകന്റെ കലയാണ്. സംവിധായകനാണ് സിനിമയുടെ ആള്. ഇപ്പോൾ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ
അല്ല, അത് നോവൽ സിനിമയാക്കിയപ്പോൾ ബ്ലസീസ് ആടുജീവിതം എന്നാണ് എഴുതി കാണിച്ചത്, ബെന്യാമിന്റെ ആടുജീവിതം എന്നല്ല. അതിന് കാരണം സിനിമ ബ്ലസീലെ ആയതുകൊണ്ടാണ്. ബെന്യാമിന്റെ തിരിച്ച് നോവല് ബെന്യാമിന്റെയാണ്. ഇതാണ് അതിന്റെ വ്യത്യാസം ഇരിക്കുന്നത്. അതായത് ഞാൻ കരുതുന്നത് തിരക്കഥ എന്ന് പറഞ്ഞാൽ സംവിധായകന്റെ കയ്യിലിരിക്കേണ്ട നോട്ടുകളാണ്, കുറിപ്പുകളാണ്. അതായത് സിനിമ എങ്ങനെ രൂപപ്പെടണം എന്നതിന് സഹായകമായ കുറിപ്പുകളാണ് തിരക്കഥ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സിനിമയെ സംബന്ധിച്ച് തിരക്കഥ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അതേസമയം അതൊരു പ്രത്യേക നമുക്ക് മാറ്റാൻ പറ്റാത്തൊരു ടെക്സ്റ്റ് അല്ല. സംവിധായകരെല്ലാം ഷൂട്ടിംഗ് സമയത്തും ഒക്കെ അതിനെ മാറ്റിമറിക്കുന്നുണ്ട്. എഡിറ്റിംഗ് ടേബിളിൽ വെച്ച് മാറ്റിമറിക്കുന്നുണ്ട്. എല്ലാ സമയത്തും അഭിനയിക്കുന്ന ഒരു നടന് ഒരു പക്ഷേ നമ്മൾ എഴുതുന്ന ഡയലോഗ് നന്നായിട്ട് പറയാൻ പറ്റിയില്ലെന്നിരിക്കും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ മാറ്റേണ്ടി വരും. തിരക്കഥ എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു സമയത്ത് രൂപപ്പെടുന്നതോ മാറ്റപ്പെടാൻ പറ്റാത്ത ടെക്സ്റ്റോ അല്ല. അത് ഓരോരോ സമയങ്ങളിൽ മാറ്റേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ തിരക്കഥാരചന എന്ന് പറയുന്നത് കഥാരചന നോവലെഴുത്തോ പോലെയല്ല. മുമ്പേ പറഞ്ഞത് തന്നെ കഥാരചനയിൽ നമ്മളാണ് രാജാവ്. നമുക്ക് ഇഷ്ടമുള്ള തീരുമാനിക്കാം, ഇഷ്ടമുള്ള എഴുതാം, പ്രസിദ്ധീകരിക്കണോ വേണ്ടയോ എന്ന് പ്രസാദം തീരുമാനിക്കും. പക്ഷെ നമ്മളാണ് തീരുമാനം എടുക്കുന്നത്. പക്ഷെ മറ്റേതിൽ അങ്ങനല്ല. അതിൽ വേറൊരുപാട് ഘടകങ്ങൾ കൂടി വരുന്നുണ്ട്. അതുപോലെ ഒരു കഥ എഴുതുന്നു, നോവൽ എഴുതുന്നു എന്ന് പറയാൻ അത് എഴുത്തുകാരന്റെ സമയമാണ് അതിന്റെ മൂലധനം. പക്ഷെ മറ്റേതിനകത്ത് വേറൊരു മൂലധനമുണ്ട്. സിനിമ ഒരു പലപ്പോഴും ഒരു ബിസിനസ്സാണ്. ആർട്ടിനോടൊപ്പം തന്നെ അതൊരു ബിസിനസ്സാണ്. മൂലധനം തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനത്തെ താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും അതിനെയൊക്കെ ഒരു പരിധി വരെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരും സിനിമ എഴുത്തിൽ. അങ്ങനെ പല കാര്യങ്ങളും കൂടിയതാണ് സിനിമ എഴുത്ത്. അതുകൊണ്ട് തന്നെ ഈ നോവലെഴുത്തോ കഥയെഴുത്തോ പോലെയേ അല്ല, വേറൊരു പ്രക്രിയ തന്നെയാണത്. അതിനകത്ത് നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ബഹളം വെച്ചിട്ടോ വിലപിച്ചിട്ടോ കാര്യമില്ല. അത് അങ്ങനത്തെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സ്ഥലമല്ല സിനിമ. അത് പലരുടെയും ക്രിയേറ്റീവ് സ്പേസ് ആണ്. അതാണ് പ്രശ്നം. താങ്ക് യു സർ. നമസ്കാരം സാർ. നമസ്കാരം. എൻ്റെ പേര് ഹരികൃഷ്ണൻ. ഞാൻ സാർ ചോദിക്കുന്നത് കണ്ടംപററി ഇഷ്യൂസ്, അതായത് ഇപ്പോൾ ഒരു കേസ് അല്ലെങ്കിൽ ഇപ്പോൾ നടന്ന ഒരു വിവാദത്തെക്കുറിച്ച് നമ്മൾ എഴുതുമ്പോൾ, അതായത് ഇപ്പോൾ തന്നെ എഴുതുമ്പോൾ കോടതിയുടെ അണ്ടറിലുള്ള ഒരു കേസിനെ കുറിച്ചൊക്കെ നമ്മൾ സാധാരണ ആൾക്കാർ നോവലും ഇപ്പം ഫ്ലവേഴ്സ് തന്നെ കുടത്തായി എന്നുള്ളൊരു സീരീസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുപോലുള്ള വിഷയങ്ങൾ നമ്മൾ എഴുതുമ്പോൾ സീരിയൽ മുൻകരുതൽ അതുപോലെ വിഷയങ്ങൾ എഴുതാൻ സാധിക്കും എഴുത്തുകാർക്ക്. അതുപോലെ തന്നെ ബെന്യാമിൻ്റെ ആടുജീവിതം അതുപോലെ തന്നെ താങ്കളുടെ ചുരുളിക്കകത്തും അതിനകത്ത് നമുക്ക് എഴുത്തുകാർക്ക് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കഥയുടെ കോറ എന്ന് തോന്നുന്ന പല ഭാഗങ്ങളും ഈ പ്രദർശിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് അല്ലേ OTT-യിലേക്ക് പോയത്. മറ്റേ ചുരുളിയുടെ കുറേ സീനുകൾ കട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയല്ലേ ചുരുളിയെ OTT-യിലേക്ക് പോയത്. അപ്പോൾ ബെന്യാമിൻ്റെ നോവലിനകത്തിരിക്കുന്ന പല കാര്യങ്ങളും ദൃശ്യമാക്കാൻ കഴിയുന്നില്ലല്ലോ. പല ഭാഗങ്ങളും തിരക്കഥയാകുമ്പോൾ മുറിക്കേണ്ട വന്നത് കാണിക്കാൻ കഴിയില്ല എന്നൊരു ആസ്പെക്ട് വരുന്നുണ്ടല്ലോ. അപ്പൊ സെൻസറിങ് എത്രത്തോളം നമ്മുടെ എഴുത്തുകാരന്റെ സ്വാതന്ത്ര്യത്തിന് വിലങ്ങുതടിയാവുന്നു? സെൻസറിങ് ആദ്യം പറയാം, സെൻസറിങ് ആവശ്യമില്ലെന്നുള്ളത് എന്റെ നിലപാട്. സെൻസറിങ് ഒരു തരത്തിലും ആവശ്യമില്ല. എന്തിനാണ് സെൻസറിങ്? ഒരു നമ്മുടെ നാട്ടിൽ നോവലോ കഥയോ സെൻസർ ചെയ്യപ്പെടുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് സിനിമ സെൻസർ ചെയ്യുന്നത്? അതിന്റെ ആവശ്യമില്ല. ആൾക്കാർ ഇഷ്ടമുള്ള രീതിയിൽ എടുക്കട്ടെന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ നമ്മുടെ നാട്ടിൽ സെൻസർഷിപ്പ് നിലനിൽക്കുന്നുണ്ട്, നമ്മുടെ നിയമങ്ങൾക്കനുസരിച്ച് നിലനിൽക്കുന്നുണ്ട്. പലതും ഒരു കട്ട് ചെയ്യാൻ പറയും. ചുരുളി അതുകൊണ്ടല്ല OTT പോയത്. ആ സമയത്ത് തിയേറ്ററുകൾ ഇല്ലായിരുന്നല്ലോ, മറ്റേ കോവിഡ് ആയിരുന്നു. പിന്നെ OTT പോകാനും പറ്റില്ല. OTT പോകണമെങ്കിൽ അതും ഒരു കാരണമാണ്. ഒരുപാട് കട്ട് ചെയ്യേണ്ടി വരും. ഇതൊന്നും കാണില്ല, സിനിമയൊന്നും കാണില്ല. അതാണ് പ്രശ്നം. അങ്ങനെ ഒരു സംഭവം ഉണ്ട് തീർച്ചയായിട്ടും. ഇപ്പം ബെന്യാമിന്റെ ആടുജീവിതത്തിൽ അതാണ് പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നില്ല. സിനിമയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അവരതിൽ നിന്ന് എടുത്തു എന്നാണ് ബ്ലസ്സി പറഞ്ഞത്. അതേ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഫസ്റ്റിലത്തെ ചോദ്യം എന്താണ്? ഞാൻ മറന്നുപോയല്ലോ. ഒരു കണ്ടംപററി ഇഷ്യൂസ്, അതായത് ഈ കുടത്തായ പോലുള്ള സീരിയലിന് ഇടയ്ക്ക് ഒരു ബാൻ ഒക്കെ കിട്ടിയായിരുന്നല്ലോ. മനസ്സിലായി. അപ്പൊ കോർട്ടിന് അണ്ടർ ഒരു കേസിനെയൊക്കെ നമ്മുടെ ഇന്റർപ്രിട്ടേഷൻസ് അത് കാണിക്കുന്നത് തെറ്റാണോ ഇപ്പൊ നിയമപ്രകാരം എന്നുള്ളത് ചോദിക്കും. എന്റെ അഭിപ്രായത്തിൽ തെറ്റല്ല. നിയമം എനിക്ക് അറിഞ്ഞൂടെ. എന്റെ അഭിപ്രായത്തിൽ തെറ്റല്ല. നമ്മുടെ ഇപ്പൊ നടക്കുന്ന ഒരു ഇഷ്യൂവിനെ കുറിച്ച് നമുക്ക് നോവൽ എഴുതുന്നതുകൊണ്ട് എന്താണ് തെറ്റ്? യാതൊരു കുഴപ്പമില്ല, ഒരു തെറ്റുമില്ല. സിനിമ എടുക്കുന്നതുകൊണ്ട് എന്താണ് തെറ്റ്? യാതൊരു കുഴപ്പമില്ല. അത് ശരി തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ വേറെ കാര്യമുള്ളത്, സിനിമയൊക്കെ അവരുടെ പേര് ഉപയോഗിച്ച് എടുക്കുമ്പോൾ ഇതൊരു ഡോക്യുമെന്ററി പോലെ എടുത്തത്. ഏതാണ് കൂടത്തായി, ഞാനത് കണ്ടിരുന്നു. ഡോക്യുമെന്ററി പോലെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് വസ്തുതകൾ പറയാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. പല ആംഗിളിൽ നിന്ന് കഥ പറയാനാണ് ശ്രമിച്ചതൊക്കെ അവർക്ക് പറയാം. അത് കോടതിയിലൊക്കെ നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെയും സിനിമകളൊക്കെ ലോകത്തിൽ വന്നിട്ടുണ്ട്, കണ്ടംപററി ഇഷ്യൂവിനെ കുറിച്ച് വന്നിട്ടുണ്ട്. ആൾക്കാർ അതിനെതിരെ കേസിന് പോകാറുണ്ട്. പക്ഷെ അത് നിൽക്കില്ല, കേസൊന്നും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ വ്യക്തിപരമായ അഭിപ്രായം, ആവിഷ്കാരത്തിന്റെ കാര്യത്തിൽ മനുഷ്യന് പരമമായ സ്വാതന്ത്ര്യം വേണം.
നടക്കുന്ന സംഭവങ്ങളെയോ നടക്കാനിരിക്കുന്ന സംഭവങ്ങളോ എന്തിനെ കുറിച്ച് വേണം ജീവിച്ചിരിക്കുന്നതിനെ കുറിച്ചോ എഴുതാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് വേണം. പക്ഷെ അത് ഫിക്ഷന്റെ കാര്യത്തിൽ ഉപയോഗിക്കാനായിരിക്കണം. അല്ലാതെ ഒരാളെ കുറിച്ച് അപഖ്യാതി പറഞ്ഞുണ്ടാക്കണമെന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഫിക്ഷന്റെ കാര്യത്തിൽ, കലാസൃഷ്ടിയുടെ കാര്യത്തിൽ ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിയമപരമായ വശം എനിക്ക് അറിഞ്ഞൂടാ. താങ്ക് യു സാർ. ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? ഇനി ആരും ചോദ്യങ്ങൾ ചോദിക്കാനില്ലെന്ന് കരുതുന്നു. അടുത്തതായി നമ്മുടെ പരിപാടിക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനായി കോളേജ് പ്രിൻസിപ്പളും പ്രോഗ്രാം ജനറൽ കൺവീനറുമായ ഡോക്ടർ എസ് രശ്മി ടീച്ചറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സാർ നമസ്കാരം. ഞാൻ വൈകുന്നേരം ഇച്ചിരി തിരക്കായിപ്പോയി. ഒരു മരണം അടിയന്തരമായിട്ടുണ്ടായി, അതിൽ പങ്കെടുക്കേണ്ടി വന്നു. അതുകൊണ്ട് ആണ് സ്വാഗതം പറയാൻ ഈ വേദിയിൽ എത്തിച്ചേരാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ എൻ്റെ അഭാവത്തിൽ പരിപാടി തുടങ്ങുകയും എല്ലാം നടത്തുകയും ചെയ്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഞാൻ നന്ദിയും സ്നേഹവും സ്വാഗതവും കൂടിയാണ് ആദ്യം പറയുന്നത്, നേരത്തെ പറയാൻ സാധിക്കാത്തതിൻ്റെ ഇതിൽ. ഇന്നത്തെ ഇൻറ്ററാക്റ്റീവ് സെക്ഷൻ ആയിരുന്നു. കുട്ടികളുടെ ഒപ്പം അവർ പറഞ്ഞ അവരുടെ ആശയങ്ങളും അവരുടെ ചിന്തകളും ഒക്കെ അവർ പങ്കുവെച്ച ചിന്തനങ്ങളൊക്കെ സന്തോഷമായിട്ട് സമാധാനപൂർവ്വം കേട്ടിരുന്ന് അവരോടൊപ്പം ഇൻറ്ററാക്ട് ചെയ്തതിൽ വളരെ സന്തോഷവും സ്നേഹവും ഉണ്ട്. ഞാൻ ഓർക്കുന്നു, ഞങ്ങൾ കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് KFL ഈ വേദിയിൽ 10-20 പ്രമുഖരായ സാഹിത്യകാരന്മാരെ തന്നെ നമുക്കിവിടെ കൊണ്ടുവരാൻ സാധിച്ചു. ഞങ്ങൾക്ക് ഓരോ പേര് കേൾക്കുമ്പോഴും സന്തോഷമാണ്. അതിൽ ഏറ്റവും സന്തോഷവും അഭിമാനവും സ്നേഹവും ഒക്കെയുള്ള പേര് തന്നെയായിരുന്നു S. ഹരീഷ് എന്നുള്ളത്. കാരണം ഞങ്ങളുടെ കുട്ടികൾക്ക് ഭയങ്കര ഹരമാണ്. അവർ ഓരോരുത്തർ പറയുമ്പോൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവർ ഓരോ പുസ്തകത്തെക്കുറിച്ചും അവരുടെ അറിയാമല്ലോ, പുതിയ ആൾക്കാർക്ക്, യുവജനങ്ങൾക്ക് അവരുടെ ഒരു ശബ്ദവും ഭാഷയൊക്കെ ആയിട്ട് നിലകൊള്ളാൻ സാധിക്കുന്നത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. അങ്ങനെ ഞങ്ങളുടെ ഈ കുഞ്ഞു വേദിയിലായാലും തിരക്കിട്ട ജീവിതത്തിൻ്റെ ഇടയ്ക്ക് നമ്മളോടൊപ്പം ചേർന്നതിൽ വളരെ സന്തോഷം. ശരിക്കും ഇങ്ങനത്തെയുള്ള ഓൺലൈൻ വേദികളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയെങ്കിലും ഒരു അവസരം കിട്ടുന്നത്. നിങ്ങളോടൊക്കെ ഇൻട്രാക്ട് ചെയ്യാൻ നമ്മുടെ കുട്ടികൾക്കുള്ള ഒരു അവസരം വളരെ വലുതാണ്. കുട്ടികൾക്ക് മാത്രമല്ല, ഞങ്ങളും അത് വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യുകയും ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിട്ടാണ് കാണുന്നത്. വളരെ സന്തോഷം, വളരെ സ്നേഹം. നമ്മളോടൊപ്പം ചേർന്നതിൽ വളരെ വളരെ സന്തോഷം. താങ്ക് യു സാർ. താങ്ക് യു. ഏതായാലും ഈ പരിപാടി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ രസകരമായിരുന്നു. കുട്ടികൾ നല്ല രീതിയിലാണ് ചോദ്യങ്ങളൊക്കെ ചോദിച്ചത്. നല്ല ചോദ്യങ്ങളായിരുന്നു. അത് വളരെ സന്തോഷം കേട്ടോ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഇനി എന്തെങ്കിലും ഓഫ്ലൈൻ പരിപാടി നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു. ഈ പരിപാടിയിൽ സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ സെഷൻ സമാപിച്ചിരിക്കുന്നു. ഇനി എല്ലാവർക്കും മീറ്റിൽ നിന്ന് ലെഫ്റ്റ് ആവും.